ദൈവം പരിശുദ്ധാത്മാവായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ. സംഗീതത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ. അവിടുന്ന് നമ്മെ ഉണ്ടാക്കി നാം ദൈവത്തിനുള്ളവരാകുന്നു. നിൽക്കുമ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ വിനയമായി പ്രാർത്ഥിക്കാം. മഹത്വത്തിന്റെ പ്രത്യാശയും ജീവന്റെ ഉറവിടവും അടിയുടെ നാൾ തോറും വഴി നടത്തുകയും ചെയ്യുന്ന സ്വർഗസ്ഥ പിതാവാം ദൈവമേ, പരിശുദ്ധ കർത്താവേ, അനുഗ്രഹീതമായ നല്ല കൂട്ടായ്മയ്ക്കായി നന്ദിയോടെ അടികളെ സ്തോത്രം അർപ്പിക്കുന്നു. പുതിയ വർഷത്തിന്റെ പ്രാരംഭ ഞായറാഴ്ചയിൽ വ്യത്യസ്ത ഭവനങ്ങളിലെ നടികൾക്ക് തിരുസന്നിധിയിൽ ഒരുമിച്ച് കൊണ്ടുപോകാൻ സ്വർഗത്തിലെ പിതാവെ, അവിടെ ഞങ്ങളെ നിയോഗിച്ച മഹാദേവയ്ക്കായി സ്തോത്രം. ഇന്നത്തെ ആരാധനയുടെ മഹത്വം അവിടുന്ന് സ്വീകരിക്കണമേ. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി 9ാമത്തെ പാട്ട്. ദൈവമേ
ആരാധനക്രമം 127 പുറം ഉടമ്പടി ശുശ്രൂഷ. ആരാധനക്രമം 127 പുറം. പ്രിയരെ, നാം വിളിക്കപ്പെട്ടിരിക്കുന്ന ജീവിതം ക്രിസ്തുവിലുള്ളതും പാപത്തിൽ നിന്ന് ക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ടിട്ട് ക്രിസ്തുവിലും ക്രിസ്തുവിൽ കൂടെയും ദൈവത്തിന് സമർപ്പിച്ചിരിക്കുന്നതുമാണ്. ഈ ജീവിതത്തിലേക്ക് ഒരു ഉടമ്പടിയിൽ കൂടെ അത്രേ നാം പ്രവേശിച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവാണ് പ്രസ്തുത ഉടമ്പടിയുടെ മധ്യസ്ഥൻ. അത് എന്നേക്കും സ്ഥിരമായിരിക്കേണ്ടുന്നതിന് യേശു തന്റെ സ്വന്തം രക്തത്താൽ അതിന് മുദ്രയിടുകയും ചെയ്തിരിക്കുന്നു. ദൈവത്തിന്റെ ഭാഗത്ത് ഈ ഉടമ്പടി യേശുക്രിസ്തു മൂലം ലോകത്തെ തന്നോട് നിരപ്പിക്കുന്നതും വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുക്രിസ്തുവിൽ താൻ അരുളിച്ചെയ്തതെല്ലാം നമ്മിൽ കൂടെയും നിവർത്തിക്കുമെന്നുള്ള വാഗ്ദത്വവും ആകുന്നു. അവിടുത്തെ വാഗ്ദത്തങ്ങൾ നിലനിൽക്കുമെന്ന് നമുക്ക് നിശ്ചയമുണ്ട്. എന്നാൽ നാം അവന്റെ നന്മ മനസ്സിലാക്കുകയും ദിവസം തോറുമുള്ള ജീവിതത്തിൽ തന്റെ കൃപ അനുഭവിക്കുകയും ചെയ്യുന്നുവല്ലോ. നമ്മുടെ ഭാഗത്താകട്ടെ വിശ്വാസത്താൽ നാം ഈ ഉടമ്പടി സ്വീകരിച്ചിരിക്കുന്നു. ഇനിമേൽ നാം നമുക്കായി തന്നെയല്ല, നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തവനും തന്റെ സ്തുതിക്കും മഹത്വത്തിനുമായി തന്നെ സേവിക്കുവാൻ നമ്മെ വിളിച്ചവനുമായ യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ ബാധ്യസ്ഥരായിരിക്കുന്നു. നമ്മുടെ പ്രതിഷ്ഠയുടെ പ്രതിജ്ഞകൾ നാം വീണ്ടും വീണ്ടും പുതുക്കുന്നു. വിശേഷാൽ നാം കർത്താവിന്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടി വരുമ്പോൾ അങ്ങനെ ചെയ്യുന്നത് സാധാരണയാണ്. എന്നാൽ ഈ ദിവസം നാം നമ്മെ ദൈവത്തോട് ബന്ധിപ്പിക്കുന്ന ഉടമ്പടി സന്തോഷത്തോടും ഭയഭക്തിയോടും കൂടി പുതുക്കേണ്ടുന്നതിന് പ്രത്യേകമായി വിശുദ്ധ ദൈവാലയത്തിൽ കൂടി വന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ കരുണയും അവിടുത്തെ വിളിയുടെ പ്രത്യാശയും ഓർത്ത് നമ്മുടെ ഹൃദയങ്ങൾ ആരാധനയിൽ തങ്ങളിലേക്ക് ഉയർത്താം. ഉഴകാലുകൾ മടക്കി എല്ലാവർക്കും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയും. ആരാധനക്രമം 128 പുറത്തിലെ ആരാധന എന്ന ഭാഗം നമുക്ക് തുടർന്ന് ആരാധനയ്ക്കായി ഉപയോഗിക്കാം. സ്നേഹത്തിന്റെ ദൈവമായ പിതാവിനെ നമുക്ക് വന്ദിക്കാം. അവിടുന്ന് നമ്മെ സൃഷ്ടിച്ചവനും ഓരോ നിമിഷവും നമ്മെ കാത്ത് പരിപാലിക്കുന്നവനും നിത്യമായ സ്നേഹത്താൽ നമ്മെ സ്നേഹിക്കുന്നവനും ആകുന്നു. യേശുക്രിസ്തുവിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം അവിടുന്ന് നമുക്ക് നൽകിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയിൽ നമുക്ക് പ്രശംസിക്കാം. അവിടുന്ന് സമ്പന്നനായിട്ടും നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്നവനും പാപമൊഴികെ സകലത്തിന് നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനും ആകുന്നു. നന്മ ചെയ്തുകൊണ്ടും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടും അവിടുന്ന് സഞ്ചരിക്കുകയും മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീരുകയും ചെയ്തു. അവിടുന്ന് മരിച്ചവനായിരുന്നുവെങ്കിലും ഇപ്പോൾ എന്നതേക്കും ജീവിക്കുന്നവനും സകല വിശ്വാസികൾക്കും നിത്യജീവന്റെ വാതിൽ തുറന്നവനും പിതാവിന്റെ മഹത്വത്തിൽ ദൈവത്തിന്റെ വലത്ത ഭാഗത്തിരിക്കുന്നവനും ആകുന്നു. നമ്മുടെ വിധി കർത്താവായും രാജാവായും അവിടുന്ന് വീണ്ടും വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയിൽ നമുക്ക് സന്തോഷിക്കാം. അവിടുന്ന് കർത്താവും ജീവൻ നൽകുന്നവനും നാം ദൈവത്തിന്റെ കുടുംബത്തിൽ ജനിച്ച് അവിടുത്തെ ശരീരത്തിലെ അവയവങ്ങളായി തീരുന്നതിന് കാരണവും ആകുന്നു. തന്റെ സാക്ഷ്യത്താൽ അവിടുന്ന് നമ്മെ സ്ഥിരപ്പെടുത്തുകയും തന്റെ ജ്ഞാനത്താൽ നമ്മെ ഉപദേശിക്കുകയും തന്റെ ശക്തിയാൽ നമ്മെ പ്രാപ്തിപ്പെടുത്തുകയും ചെയ്യുന്നു. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ അവിടുന്ന് ഒരുക്കമുള്ളവരാകുന്നു. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ബഹുവിധമായ കരുണകൾക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സർവ നന്മയുടെയും ഉറവയായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ കാലങ്ങളിലും അങ്ങ് ഞങ്ങളോട് എത്ര കാരുണ്യമുള്ളവനായിരുന്നു എന്ന് ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ ആയുസ്സിന്റെ നാളുകളിൽ ഞങ്ങൾ സമൃദ്ധിയായി നന്മകൾ അനുഭവിച്ച് അങ്ങയുടെ ആർദ്ര കരുണകൾക്കായും ഈ സമയം വരെ ഞങ്ങളെ കാത്ത് ഇപ്പോൾ ഈ ആലയത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നതിനായും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങ് ഞങ്ങളെ വീണ്ടെടുക്കുകയും യേശുക്രിസ്തുവിൽ ഞങ്ങളെ വിളിക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയിലും അവിടുത്തെ സഭയിലും സാക്ഷ്യത്തിലും ഞങ്ങളുടെ സ്ഥാനം അവിടുന്ന് നൽകിയിരിക്കുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അന്ധകാരത്തിൽ അങ്ങ് ഞങ്ങളുടെ പ്രകാശമായിരിക്കുന്നു.
ഞങ്ങളുടെ കഷ്ടതയിലും പരീക്ഷയിലും അങ്ങ് ഞങ്ങൾക്ക് ഉറപ്പുള്ള പാറയും സന്തോഷത്തിൽ ഞങ്ങളുടെ ആനന്ദ കിരീടവും ഞങ്ങളുടെ അധ്വാനങ്ങളിൽ ഞങ്ങൾക്ക് ഏറ്റവും മതിയായ പ്രതിഫലവും ആയിരിക്കുന്നു. അങ്ങയുടെ ദീർഘക്ഷമയ്ക്കും അങ്ങയുടെ കൃപയുടെ ബഹുത്വത്തിനുമായി നമ്മുടെ ജീവിതത്തിൽ വന്ന കുറവുകളെ നമുക്ക് ഓർക്കാം. ദൈവമേ, അങ്ങ് ഞങ്ങളുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കാം. നമ്മെ തന്നെ വഞ്ചിച്ച് ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകാതിരിക്കേണ്ടുന്നതിന് നമുക്ക് നമ്മുടെ പാപങ്ങൾ വിനയമായി ദൈവസന്നിധിയിൽ ഏറ്റുപറയാം. ആരാധനക്രമം 130 കാണപ്പെടുന്ന അനുതാപ പ്രാർത്ഥന നമുക്ക് ഉപയോഗിക്കാം. ഞങ്ങളുടെ പിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ മുഖാന്തരം ഒരു വിശുദ്ധ ജീവിതമാർഗം അങ്ങ് ഞങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നു. യേശുവിൽ നിന്ന് പഠിക്കുന്നതിനുള്ള ഞങ്ങളുടെ സാവധാനതയും അവിടുത്തെ പിന്തുടരുന്നതിനുള്ള ഞങ്ങളുടെ പരാജയവും അവിടുത്തെ ക്രൂശ് വഹിക്കുന്നതിനുള്ള വൈമുഖ്യവും ഞങ്ങൾ ലജ്ജയോടെ ഏറ്റുപറയുന്നു. ഞങ്ങളുടെ ആരാധനയുടെ ശുഷ്കതയും വിശുദ്ധ കൂട്ടായ്മയിലും കൃപാവഴികളെ ഉപയോഗിക്കുന്നതിലും വന്നുപോയ ഞങ്ങളുടെ ഉപേക്ഷയും ക്രിസ്തുവിനെ സാക്ഷിക്കുന്നതിനുള്ള ഞങ്ങളുടെ വൈമനസ്യവും അവിടുത്തെ സേവയിലുള്ള ഞങ്ങളുടെ ചുമതലകൾ അഭിമുഖീകരിക്കുവാനുള്ള മടിയും അങ്ങയുടെ ദാനങ്ങൾ വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുന്നതിലുള്ള ഞങ്ങളുടെ കുറവുകളും ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങൾ മുഖാന്തരം അങ്ങയുടെ സ്നേഹം എത്ര അല്പമായി മാത്രമേ മറ്റുള്ളവരിലേക്ക് പകരപ്പെടുവാൻ ഇടയായിട്ടുള്ളൂ എന്നതും വിധി കൽപ്പിക്കുന്നതിൽ ഞങ്ങൾ ആലോചന ഇല്ലാത്തവരും കുറ്റപ്പെടുത്തുന്നതിൽ വേഗതയുള്ളവരും ക്ഷമിക്കുന്നതിൽ ലുബ്ധരും നിരപ്പാകുന്നതിൽ മന്ദരും അയൽക്കാരെ വേണ്ടുന്നതുപോലെ സഹായിക്കുവാൻ ഒരുക്കമില്ലാത്തവരുമാകുന്നു എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ദൈവമേ, അങ്ങയുടെ നിത്യ സ്നേഹത്തിന് ഒത്തവണ്ണം എന്നോട് കരുണയുണ്ടാകണമേ. അങ്ങയുടെ കരുണയുടെ ബഹുത്വ പ്രകാരം എൻ്റെ ലംഘനങ്ങൾ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ. എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. ദൈവമേ, ശുദ്ധമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് പുതിയതും സ്ഥിരവുമായ ഒരാത്മാവിനെ എനിക്ക് തരണമേ. ദൈവം വെളിച്ചമാകുന്നു, ദൈവത്തിൽ ഇരുട്ടൊട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ കർത്താവിനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. അവിടുന്ന് വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിൽ ഇല്ലാതെയായി നമ്മുടെ പാപങ്ങളേറ്റ് പറയുന്നുവെങ്കിൽ അവിടുന്ന് നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് സകല നീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ഒരു പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായി നിയമിച്ച ദൈവമേ, ഞങ്ങളെല്ലാവരും വിശ്വാസത്തിന്റെ പൂർണ്ണതയിൽ തിരുസന്നിധിയിലേക്ക് അടുത്തു വന്നു സ്ഥിരമായ ഒരു ഉടമ്പടിയിൽ അങ്ങയോട് ചേരുവാൻ കൃപ അരുളണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 130 പാട്ട്.
സങ്കീർത്തനം വാക്യം പ്രതി വാക്യമായി നമുക്ക് വായിക്കാം. സങ്കീർത്തനങ്ങൾ 76. ദൈവം യഹൂദായിൽ പ്രസിദ്ധനാകുന്നു, അവന്റെ നാമം ഇസ്രായേലിൽ വലിയതാകുന്നു. അവിടെ വെച്ച് അവൻ വില്ലിന്റെ മിന്നുന്ന അമ്പുകളും പരിചയും വാളും യുദ്ധവും തകർത്തു കളഞ്ഞു. ധൈര്യശാലികളെ കൊള്ളയിട്ട് അവർ നിദ്ര പ്രാപിച്ചു. പരാക്രമശാലികൾക്ക് ആർക്കും കൈക്കരുത്തില്ലാതെ പോയി. നീ ഭയങ്കരനാകുന്നു, നീ ഒന്ന് കോപിച്ചാൽ തിരുമുൻപാകെ നിൽക്കാവുന്നവൻ ആർ? ദൈവം ന്യായവിസ്താരത്തിന് എഴുന്നേറ്റപ്പോൾ ഭൂമി ഭയപ്പെട്ട് അമർന്നിരുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് നേരുകയും നിവർത്തിക്കുകയും ചെയ്യുവിൻ. അവരെ ചുറ്റുമുള്ള എല്ലാവരും ഭയങ്കരനായവന് കാഴ്ച കൊണ്ടുവരട്ടെ. വേദഭാഗങ്ങൾ ശ്രദ്ധിക്കും. പഴയ നിയമ വേദഭാഗം യെശയ്യാവ് 61 അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. യെശയ്യാവ് 61 അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാനും യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെ ഒക്കെയും ആശ്വസിപ്പാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീരിന് പകരം അലങ്കാരന്മാരെയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. അവൻ മഹത്വീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് നീതിവൃക്ഷങ്ങൾ എന്നും യഹോവയുടെ നടുതല എന്നും പേരാകും. അവർ പുരാതന ശൂന്യങ്ങളെ പണിയുകയും പൂർവന്മാരുടെ നിർജ്ജന സ്ഥലങ്ങളെ നന്നാക്കുകയും തലമുറ തലമുറയായി നിർജ്ജനമായിരിക്കുന്ന ശൂന്യ നഗരങ്ങളെ കേടുപോക്കുകയും ചെയ്യും. അന്യജാതിക്കാർ നിന്ന് നിങ്ങളുടെ ആട്ടിൻകൂട്ടങ്ങളെ മേയ്ക്കും. പരദേശിക്കാർ നിങ്ങൾക്ക് ഉഴവുകാരും മുന്തിരിത്തോട്ടക്കാരും ആയിരിക്കും. നിങ്ങളോ യഹോവയുടെ പുരോഹിതന്മാർ എന്ന് വിളിക്കപ്പെടും. നമ്മുടെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാർ എന്നും നിങ്ങൾക്ക് പേരാകും. നിങ്ങൾ ജാതികളുടെ സമ്പത്ത് അനുഭവിച്ചു, അവരുടെ മഹത്വത്തിന് അവകാശികളായി തീരും. നാണത്തിന് പകരം നിങ്ങൾക്ക് ഇരട്ടിയായ പ്രതിഫലം കിട്ടും. ലജ്ജയ്ക്ക് പകരം അവർ തങ്ങളുടെ ഓഹരിയിൽ സന്തോഷിക്കും. അങ്ങനെ അവർ തങ്ങളുടെ ദേശത്ത് ഇരട്ടി അവകാശം പ്രാപിക്കും. നിത്യാനന്ദം അവർക്കുണ്ടാകും. യഹോവയായ ഞാൻ ന്യായത്തെ ഇഷ്ടപ്പെടുകയും അന്യായമായ കവർച്ചയെ വെറുക്കുകയും ചെയ്യുന്നു. ഞാൻ വിശ്വസ്തയോടെ അവർക്ക് പ്രതിഫലം കൊടുത്ത് അവരോട് ഒരു ശാശ്വത നിയമം ചെയ്യും. ജാതികളുടെ ഇടയിൽ അവരുടെ സന്തതിയെയും വംശങ്ങളുടെ മധ്യേ അവരുടെ പ്രജയെയും അറിയും. അവരെ കാണുന്നവരൊക്കെയും അവരെ യഹോവ അനുഗ്രഹിച്ച സന്തതി എന്നറിയും. ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും. എൻ്റെ ഉള്ളം എൻ്റെ ദൈവത്തിൽ ഘോഷിച്ചു രസിക്കും. മണവാളൻ തലപ്പാവണിയുന്നത് പോലെയും മണവാട്ടി ആഭരണങ്ങളാൽ തന്നെ താൻ അലങ്കരിക്കുന്നത് പോലെയും അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ചു, നീതി എന്ന അങ്കി ഇടുവിച്ചിരിക്കുന്നു. ഭൂമി തൈകളെ മുളപ്പിക്കുന്നത് പോലെയും തോട്ടമതിൽ വിതച്ച വിത്തിനെ കിളിർപ്പിക്കുന്നത് പോലെയും യഹോവയായ കർത്താവ് സകല ജാതികളും കാണുകയും
നീതിയും സ്തുതിയും മുളപ്പിക്കും. ഈ വായിച്ചേട്ട തിരുവചന വേദഭാഗങ്ങൾ ദൈവം നമ്മയുടെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പുതിയ നിയമ വേദഭാഗം വെളിപ്പാട് 5:1 മുതൽ 10 വരെ. വെളിപ്പാട് 5:1 മുതൽ 10 വരെ. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ വലം കൈയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ടൊരു പുസ്തകം കണ്ടു. ആ പുസ്തകം തുറപ്പാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായൊരു ദൂതനെയും കണ്ടു. പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. പുസ്തകം തുറന്ന് വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായ ആരെയും കാണായ്ക കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയേണ്ട, യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകം അതിൻ്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ സിംഹാസനത്തിൻ്റെ 4 ചെവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അതിന് 7 കൊമ്പും സർവ്വഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നു. 7 ദൈവാത്മാക്കൾ ആയ 7 കണ്ണും ഉണ്ട്. അവർ വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ വലം കൈയിൽ നിന്ന് പുസ്തകം വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തർ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിൻ്റെ മുമ്പാകെ വീണു. പുസ്തകം വാങ്ങുവാനും അതിനെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറക്കപ്പെട്ട് നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. ദൈവമേ, ഈ വായിച്ചേട്ട തിരുവചന വേദഭാഗം ദൈവം നമ്മെ അനുഗ്രഹിക്കുമാണ്. സുവിശേഷ വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 16 തുടങ്ങി 21 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് 4-ാം അധ്യായം 16 മുതൽ 21 വരെ. ലൂക്കോസ് 4:16 മുതൽ 21 വരെ. അവൻ വളർന്ന നസ്രത്തിൽ വന്നു. ശബത്തിൽ തൻ്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരനെ തിരികെ കൊടുത്തിട്ട് ഇരുന്നു. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞിരുന്നു. അവൻ അവരോട്, ഇന്ന് നിങ്ങൾ എൻ്റെ വചനം കേൾക്കുകയും ഈ തിരുവഴുത്തിന് നിവർത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. ഇവിടെ സുവിശേഷ വേദഭാഗം വായിച്ച് അവസാനിച്ചിരിക്കുന്നു. നമ്മുടെ വിശ്വാസം നമുക്ക് പ്രഖ്യാപിക്കാം. അപ്പോസ്തല വിശ്വാസ പ്രമാണം ആരാധനക്രമം 22-ാം കുറും. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു.
അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയയിൽ ഉൽപ്പാദിക്കപ്പെട്ട് ജനിച്ചു. പൊന്തിയോസ് പീലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി. മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി. സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി തലകൾ വണങ്ങി ദൈവത്തോട് പ്രാർത്ഥിക്കും. ഏകനായ മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ജീവനുടയവനായ ദൈവമേ, പരിശുദ്ധ കർത്താവേ, അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ അടികളങ്ങേക്ക് സ്തോത്രം അർപ്പിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി അടിയങ്ങൾക്ക് വിശുദ്ധ ദൈവാലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുവാൻ, പ്രത്യേകിച്ച് ആണ്ടിന്റെ ആരംഭ ഞായറാഴ്ചയിൽ അവിടുന്ന് അടിയങ്ങളെ ഈ വിശുദ്ധാലയത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന മഹാദയക്കായി സ്തോത്രം. സർവശക്തനായ ദൈവമേ, ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെയും എന്റെ ദൃഷ്ടി നിന്റെ മേലുണ്ട് എന്ന് ആവർത്തന പുസ്തകം 1-ാം അധ്യായത്തിലടികൾ വായിക്കും പ്രകാരം ഈ ആണ്ടിന്റെ ആരംഭ ദിവസം മുതൽ ഈ ആണ്ടിന്റെ അവസാന നിമിഷം വരെയും അവിടുത്തെ ആത്മാവിന്റെ ശക്തി അടികൾ എല്ലാവരുടെ മേൽ അവിടുന്ന് പകരുമാറാകണമേ എന്നടിയൻ അവിടത്തോട് വിനയമായി പ്രാർത്ഥിക്കുന്നു. അങ്ങേ പിരിഞ്ഞടികൾക്കൊന്നും ഉചിതമായി ചെയ്യുവാൻ കഴിയുകയില്ലല്ലോ. അവിടുത്തെ ദിവ്യ വിചാരണയാൽ അവിടുന്ന് അടിയങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ സാന്നിധ്യം അധികമായി ഉൾക്കൊള്ളുവാൻ പരിശുദ്ധാത്മാവെ അവിടുന്ന് സഹായിക്കണമേ എന്നടിയൻ അവിടത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്നത്തെ ആരാധനയിൽ കടന്നു വന്നിരിക്കുന്ന ആബാലവൃദ്ധം എല്ലാ ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വളരെ പ്രതീക്ഷയോടും വിശ്വാസത്തോടും കർത്തൃസന്നിധിയിൽ കടന്നു വന്നത് അവരുടെ എല്ലാവരുടെയും ജീവിതത്തിന് അനുഗ്രഹവും നവ ഉന്മേഷത്തിന് കാരണമായി തീരുവാൻ പരിശുദ്ധാത്മാവെ അവിടുന്ന് സഹായിക്കണമേ. വിദ്യാഭ്യാസത്തിലായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയമക്കളുടെ വിദ്യാഭ്യാസ കാലഘട്ടം ഈ പുതിയ വർഷത്തിൽ ഏറ്റവും ധന്യമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ. എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥർക്കായി പ്രാർത്ഥിക്കുന്നു. പുതിയ വർഷത്തിലെ അവരുടെ സേവന രംഗങ്ങളെല്ലാം ഏറ്റവും ദൈവകൃപയുള്ളതായി കാണപ്പെടുവാൻ സഹായിക്കണമേ. കെട്ടിട നിർമ്മാണ തൊഴിൽ മേഖലകളിലായിരിക്കുന്നവർ, പ്രൈവറ്റ് സെക്ടറുകളിൽ അധ്വാനിക്കുന്നവർ, മൃഗസമ്പത്ത് വെച്ച് ഉപജീവന മാർഗത്തെ കണ്ടെത്തുന്നവർ, വാഹനം വെച്ച് ഉപജീവന മാർഗത്തെ കണ്ടെത്തുന്നവർ, ട്യൂഷൻ വെച്ച് ഉപജീവന മാർഗത്തെ കണ്ടെത്തുന്നവർ, മറ്റു തൊഴിലുറപ്പ് പദ്ധതികൾക്ക് കടന്നു പോകുന്നവർ, കർത്താവെ കൃഷിപ്പണി ചെയ്യുന്നവർ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ ആണ്ട് നന്മയുള്ളതായി തീരുവാൻ അവിടുന്ന് സഹായിക്കുകയും അവിടുന്ന് ആശീർവദിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗർഭിണികളായിരിക്കുന്ന ഇടവകയിലുള്ള എല്ലാ കുടുംബത്തിലെ കർത്താവെ സഹോദരിമാർക്കായി പ്രാർത്ഥിക്കുന്നു. അവരുടെ ഗർഭകാലഘട്ടം അവിടുത്തെ സുരക്ഷിത വലയത്തിനുള്ളിൽ കാണപ്പെടുവാനും ദൈവനിശ്ചയിക്കുന്നതായ സമയത്തിൽ പൂർണ്ണ വളർച്ചെത്തിയ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട തലമുറയ്ക്ക് ജന്മം കൊടുക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ഭവന നിർമ്മാണ പ്രവർത്തനങ്ങളിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എത്രയും വേഗം കർത്താവെ പണികൾ ചെയ്ത് പൂർത്തീകരിച്ച് പ്രാർത്ഥനയോടുകൂടെ പുതിയ ഭവനത്തിൽ ആയിരുന്നു കൊണ്ട് ദൈവത്തെ സ്തുതിപ്പാൻ പ്രിയ മക്കളെ അവിടുന്ന് സഹായിക്കുകയും പരിപാലിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. വ്യത്യസ്തങ്ങളായ ആവശ്യകതകളുമായി ബന്ധപ്പെട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെ അടികൾ ഓർക്കുന്നു. ഓരോ മക്കളുടെയും ആവശ്യങ്ങളിൽ അവിടുന്ന് കൂടെയിരിക്കണമേ. കണ്ണുനീർ തൂക്കുമ്പോൾ മനസ്സലിയുന്ന ഒരു ദൈവം, കണ്ണുനീരോടെ ഏതെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടി പ്രിയ മക്കൾ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു എന്ന് അവിടുന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. പ്രിയമക്കളുടെ ആഗ്രഹം പോലുള്ള നന്മകൾ ഈ ദിവസങ്ങളിൽ അനുഭവിപ്പാൻ പരിശുദ്ധാത്മാവെ അവിടുന്ന് സഹായിക്കുകയും അവിടുന്ന് പരിപാലിക്കുകയും വഴി നടത്തുകയും ചെയ്യണമേ. ഇടവക ഗായിക സംഘത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ അവർ ചെയ്ത ഏറ്റവും ശ്രേഷ്ഠകരമായ ശുശ്രൂഷകൾക്കായി സ്തോത്രം. പുതിയ ആണ്ടിലും അവരുടേതായ ശുശ്രൂഷ ഏറ്റവും കർത്താവെ സഭയ്ക്ക് ഒരു വലിയ മുതൽക്കൂട്ടായി തീരുവാൻ ദൈവം കൃപ ചെയ്യണമേ. കർത്താവെ ഓർഗൻ വായിച്ച് സഹായിക്കുന്ന മാർട്ടിനായി അരുണിനായി പ്രാർത്ഥിക്കുന്നവരുടെ സേവനങ്ങൾ എപ്പോഴും ആലയത്തിനൊരു നന്മയായി തീരുവാൻ അവിടുന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. കപ്യാർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ദിവ്യമായ കരുണ നാളിതുവരെയുള്ള ശുശ്രൂഷയിൽ കൂടെ ഇരുന്നുവല്ലോ. ഈ പുതിയ വർഷത്തിലുള്ള തന്റെ ശുശ്രൂഷ ഏറ്റവും ദൈവകൃപയാൽ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം സഹായിക്കണമേ. ഇടവക കമ്മിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ അർത്ഥവത്തായ ശുശ്രൂഷ ഇടവകയിൽ അർപ്പിക്കുവാൻ പ്രിയ മക്കളെ അവിടുന്ന് സഹായിച്ചുവല്ലോ. ഈ ആണ്ടിലുള്ള ശുശ്രൂഷ ഏറ്റവും ധന്യമായി തീരുവാൻ ദൈവം കൃപ ചെയ്യണമേ.
ഇന്നു മുതൽ കർത്താവെ ദൈവസന്നിധിയിൽ പിന്നെയും അടിയങ്ങൾക്ക് ശക്തമായി ആരാധിപ്പാൻ, ശക്തമായി പ്രാർത്ഥിച്ച് ബലപ്പെടുവാൻ ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടികൾ കേൾക്കാൻ പോകുന്ന വചനത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദൈവവചനം അടികളുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് അടിയങ്ങൾ യാചിക്കുന്നു. പ്രത്യേകിച്ച് ഐറിൻ എന്ന കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പനിയുടെ പ്രയാസത്തിലായിരിക്കുന്നു. പൈതലിനെ അവിടുന്ന് സ്പർശിക്കണമേ. ഈ മാസം 11-ാം തീയതി അവർ കർത്താവെ കുടുംബമായി നാട്ടിലേക്ക് വരുവാൻ ആഗ്രഹിച്ചിരിക്കുമ്പോൾ യാത്രയിൽ യാതൊരു ക്ലേശങ്ങൾ ഉണ്ടാകാതെ പൂർണ്ണ സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ഉന്മേഷത്തോടെ ദൈവം നൽകിയ തലമുറയുമായി ഒരുമിച്ച് കർത്താവ് ഭവനത്തിനുള്ളിൽ എത്തുന്ന നിമിഷം വരെയും ദാസനെയും ദാസിയും പൈതലിനെയും ഒരുപോലെ അവിടുന്ന് സ്നേഹിക്കുകയും കരുതുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ എന്ന് നിങ്ങൾ അവിടത്തോട് പ്രാർത്ഥിക്കുന്നു. പുല്ലാനിവലയിൽ കർത്താവ് ഷിജിലാലിന്റെ കർത്താവ് കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. സൗഖ്യവും ആരോഗ്യ ദൈവം ദാനം നൽകുന്നു. അതിനായി സ്തോത്രം. പൂർണ്ണ സൗഖ്യത്തോടെ വരുന്നതായ നാളുകളും അനുഗ്രഹം പ്രാപിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ. മിലൻ സേവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിരുന്ന ബലഹീനതയും ദൈവമേ അവിടുന്ന് വഴി നടത്തിയത് അതിനായി സ്തോത്രം. 2021 വർഷം കുഞ്ഞിൻ്റെതായ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരുവാൻ, അത്ഭുതമായി തീരുവാൻ ദൈവം സഹായിക്കണമേ. അജിത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 2021 വർഷത്തിൽ തന്നെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവെ അവിടുന്ന് സഹായിക്കണമേ. ആസ്പിനായി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞിന്റെ ജീവിതത്തിലും ഈ ആണ്ട് നന്മയുള്ളതായി, അനുഗ്രഹമുള്ളതായി തീരുവാൻ ദൈവം പ്രവർത്തിക്കുന്ന വിലയേറിയ കൃപകൾക്കായി സ്തോത്രം. അല്ലെങ്കിൽ ആലയത്തിൽ ആരെല്ലാം ബലഹീനതയോടുകൂടെ ഭവനങ്ങളിലായിരിക്കുന്നുവോ അവർ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ അവിടെ സൗഖ്യത്തിന്റെ കരം പകരണമേ. സെബാസ്റ്റ്യൻ സാറിനായി പ്രാർത്ഥിക്കുന്നു. പൊന്നേ ഡീക്കർക്കായി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ. ദാസേ ഡീക്കർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. തങ്കയ്യൻ എന്ന പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സൗഖ്യത്തോടെ അവിടെ നിന്ന് വഴി നടത്തണമേ. സുമംഗല കൊച്ചമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. കരുണാഭവനിലുള്ള കർത്താവ് പിതാവിനായി മാതാവിനായി പ്രാർത്ഥിക്കുന്നു. അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ആരോരെല്ലാം വാർദ്ധക്യ സഹജമായ ക്ഷീണത്തിലായിരിക്കുന്നവർ എല്ലാവരെയും അവിടെ സൗഖ്യത്തോടെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കമ്പരക്കര കാടിൽ ലീല എന്ന മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് കാലിന്റെ വേദന സംബന്ധിച്ച് ക്ഷീണിതാവസ്ഥയിൽ താൻ ഭവനത്തിൽ വിശ്രമിക്കുമ്പോൾ വചനമയച്ച ദൈവമേ അവിടുന്ന് സൗഖ്യമാക്കണമേ. പൂർണ്ണമായ ആരോഗ്യം വീണ്ടെടുക്കുവാൻ, സൗഖ്യം അനുഭവിപ്പാൻ ദൈവം സഹായിക്കണമേ. ഇടവകയും പരിസരവും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദൈവത്തിന്റെ വല്ലഭത്വമുള്ള സാന്നിധ്യം അനുഭവിപ്പാനായി സഹായിക്കണം. പ്രത്യേകിച്ച് ഇന്ന് ആദ്യ അക്ഷരം കുറിക്കുന്ന സെയിന്റ് റെയ്നോ ബിജു എന്ന കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ദൈവാലയത്തിൽ വെച്ച് കർത്താവെ ആദ്യ അക്ഷരം കുറിക്കുമ്പോൾ ദൈവത്തിന്റെ അനന്തമായ സാന്നിധ്യമേ കുഞ്ഞിന്റെ ബുദ്ധിമണ്ഡലത്തിന്മേൽ അവിടുന്ന് തൊടുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശലോമോൻ കൊണ്ട് ദിവ്യമായ ജ്ഞാനം ഈ നാളുകളിൽ പൈതലിന്റെ മേൽ അവിടുന്ന് അധിവസിക്കുകയും ഏറ്റവും ശ്രേഷ്ഠമായ വിദ്യാഭ്യാസം നേടുന്ന ഒരു മകനായി ഉയർന്നു വരുവാൻ ദൈവം കൃപ ചെയ്യണമേ എന്നടികൾ അവിടത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എന്റെ കണ്ണു തുറന്നിരിക്കുകയും എന്റെ ചെവി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യും എന്ന് തിരുവചനം അടികളെ ഓർമ്മപ്പെടുത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. ആരാധനയുടെ ശേഷിക്കുന്ന സമയങ്ങളിലും തിരുശക്തി അടികളുടെ മേൽ അവിടുന്ന് പകരണമേ. മഹത്വം അവിടുന്ന് സ്വീകരിക്കണമേ. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുയിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നിങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പരീക്ഷയിൽ കടത്താതെ സകല ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും ഇന്നും എന്നേക്കും അവിടത്തേക്കുള്ളതല്ലോ. ആമേൻ. ഈ സമയം ഗായക സംഘം ഗാനം ലഭിക്കുമ്പോൾ സ്തോത്ര കാഴ്ച മേശമേൽ സ്വീകരിക്കും. ദയവ് ചെയ്ത് ഈ മേശമേൽ കണിവയ്ക്കാൻ വരുമ്പോൾ ഒരു ആൾക്കൂട്ടം ഉണ്ടാകുന്ന തലത്തിൽ ഒരു തിരക്ക് അനുഭവിക്കാതെ നിങ്ങൾ സാമൂഹ്യ അകലം പാലിച്ച് തന്നെ ഈ തിരുമേശമേൽ കാണിക്ക അർപ്പിക്കുക. അതിനനുസരിച്ച് ഗായക സംഘം പാടുന്നതാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാനായി ഓർമ്മപ്പെടുത്തുന്നു. ഫസ്റ്റ് റോയിലുള്ള, അതായത് എൻ്റെ ഇടത്തെ സൈഡിൽ ഇങ്ങറ്റത്തുള്ള ആൾക്കാർ കാണിക്ക വയ്ക്കുമ്പോൾ തന്നെ പുരുഷന്മാരുടെ ഭാഗത്തു നിന്നും മൂന്നാമത്തെ റോയിലുള്ള ആൾക്കാർക്കും കാണിക്ക വയ്ക്കാവുന്നതാണ്. വരുന്ന വഴി ഇവിടെ പോകാതെ അടുത്ത വഴിയിലൂടെ തിരിച്ച് ചെന്ന് അതത് ഇരിപ്പിടങ്ങളിൽ ഇരിക്കാനായി നിങ്ങൾ ശ്രമിക്കുക.
പ്രത്യേകാൽ നേർച്ചകൾ അർപ്പിച്ചിരിക്കുന്നതിൻ്റെ പേര് ഞാൻ വായിക്കുന്നു. രാജം വിജയൻ VR സദനം മിഷണറി ഫണ്ടിലേക്കായി സുന്ദരേശൻ SH ഭവൻ, തങ്കരാജൻ കോമരത്തുള്ള, അഫിൻ എസ് മോഹൻ കമലവിലാസം ബംഗ്ലാവ് വിദ്യാഭ്യാസത്തിൻ്റെ അനുഗ്രഹത്തിനായി, സഞ്ജിത് ലാൽ ആനന്ദ ഭവൻ പോർഫണ്ടിലേക്കായി, അഫിയ S രാജ് മിഷൻ ഹൗസ്. പുതുവത്സര നന്മകൾക്കായി പ്രത്യേകം പ്രാർത്ഥന അപേക്ഷിച്ചുകൊണ്ട് അജയകുമാർ ആൻഡ് ഫാമിലി നന്മനിലയം, ബിപിൻ റോയ്, രശ്മി റോയ്, എറിക് ഏതൻ റോയ് റോയൽ ലാൻഡ്, അബിയ എ മോഹൻ അക്സ നിവാസ് പ്രത്യേക സ്തോത്ര കാഴ്ച, വിവേക് VR സദനം, റവറൻഡ് C സുനിൽ രാജ് മിഷൻ ഹൗസ് പോർഫണ്ടിലേക്കായി, ഗൃഹപ്രവേശന സ്തോത്ര കാഴ്ച, ബിപിൻ GS പൊൻവിള, സെൽവൻ ആൻഡ് ഫാമിലി SP ഭവൻ മിഷണറി പ്രവർത്തനങ്ങൾക്കായി, സെൽവൻ ആൻഡ് ഫാമിലി SP ഭവൻ പോർഫണ്ടിലേക്കായി, ഷിബിൻ ജയശാലിനി ഐറിൻ SP ഭവൻ, ജനീഫ BS ഭവൻ പ്രത്യേക പ്രാർത്ഥന അപേക്ഷിച്ചുകൊണ്ട് പേരില്ലാതെ ഒരു നേർച്ച. മിഷണറി ഫണ്ടിലേക്കായി P വിൽസൺ PV ഭവൻ, നിറോപത്തിലേക്കായി P വിൽസൺ PV ഭവൻ, മിഷണറി പ്രവർത്തനങ്ങൾക്കായി S സുരേഷ് കുമാർ ആൻഡ് ഫാമിലി SS ഭവൻ, സുരേഷ് കുമാർ ആൻഡ് ഫാമിലി SS ഭവൻ മറ്റൊരു നേർച്ച. മിഷണറി പ്രവർത്തനങ്ങൾക്കായി G മാധവ നിവാസ്, സഞ്ജീത VR സദന നിറോപത്തിലേക്കായി, സഞ്ജീവ് സാർ ആനന്ദ ഭവൻ മിഷണറി പ്രവർത്തനങ്ങൾക്കായി, അനീറ്റ വർഗീസ് വിദ്യാഭ്യാസത്തിന് അനുഗ്രഹത്തിനായി, അനിൽകുമാർ ആൻഡ് ഫാമിലി കീർത്തനം, അനായസ് രാജ് മിഷൻ ഹൗസ്, വിജയദാസ് കോമരത്തുകുള പ്രത്യേക സ്തോത്ര കാഴ്ച, രാജീവ് സുനിൽ മിഷൻ ഹൗസ്, റവറൻഡ് സുനിൽ രാജ് മിഷൻ ഹൗസ്, രാജം വിജയൻ VR സദനം പോർഫണ്ടിലേക്കായി പ്രത്യേക കാഴ്ച, റവറൻഡ് സുനിൽ രാജ് മിഷണറി ഫണ്ടിലേക്കായി പ്രത്യേക നേർച്ച. പുതുവത്സര സ്തോത്ര കാഴ്ച അർപ്പിച്ചിരിക്കുന്നവരുടെ പേര് വായിക്കുന്നു. അജിത D കോമരത്തുവിള, S സൈമൺ PS ഭവൻ, ജയൻ പുല്ലാതിവിള, വിജയൻ R ആര്യ ഭവൻ, മധുസൂദനൻ R കാരുണ്യ, ശശികുമാർ T പടിപ്പുര, മിനികുമാർ MC ഭവൻ, C സദാശിവൻ SR ഭവൻ, T വിജയദാസ് കോമരത്തുവിള, തോംസൺ H കോമരത്തുവിള, ക്രിസ്തുരാജ് ഏതൻ, അനിൽകുമാർ T അജിത് ഭവൻ, ഫ്രാൻസിസ് A പഴുക്കാട്, സഞ്ജീവ് ആനന്ദ ഭവൻ, സെൽവൻ P SP ഭവൻ, വിൽസൺ P PV ഭവൻ, ബിജു WS PV ഭവൻ, പ്രഭാകരൻ P ഷാലോം, രാജേന്ദ്രൻ M ഷാലോം, പരമാനന്ദൻ ഗ്രേസ് നിവാസ്, സജു S സജു ഭവൻ, വിവേക് VR സദനം, സോമൻ SK ഭവൻ, രാജു A റജി നിവാസ്, സുജിത് SK ഭവൻ, പാലയൻ G പുത്തൻ വീട്ടുവിള, തങ്കരാജൻ S കോമരത്തുവിള, യേശുദാസൻ G അനുഗ്രഹ ഭവൻ, വിജിത് VR സദനം, രവി A RS ഭവൻ, മാധവൻ G മാധവ നിവാസ്, അനീഷ് P ഗ്രേസ് നിവാസ്, ആശിഷ് ജോസ് കോമരത്തുവിള, ആഷിൻ ജോസ് കോമരത്തുവിള, ആമോസ് H കോമരത്തുവിള, രാജം D VR സദനം, റവറൻഡ് സുനിൽ രാജ് മിഷൻ ഹൗസ്, സുരേഷ് കുമാർ VS സുരേഷ് ഭവൻ, അജീഷ് വിജയ ഭവൻ, തങ്കരാജൻ വിജയ ഭവൻ, സഞ്ജിത് ലാൽ ആനന്ദ ഭവൻ, ശോഭന S GS ഭവൻ, അനിൽകുമാർ AS ഭവൻ, രാജു N വടക്കേ പൊൻവിള, സണ്ണി N SS ഭവൻ, രാജൻ RN ഗാർഡൻ, രമേശ് കുരുവിക്കാട്, ബിജു SM ഇടിച്ചുവിള, രാമചന്ദ്രൻ RL ഭവൻ, സജിത കാർമൽഗിരി, മോഹനൻ കൃപാനിവാസ്, ഷെജിൻ N അനുഗ്രഹ ഭവൻ, മോഹനൻ PK അക്സാദിവാസ്, സന്തോഷ് കുമാർ D SP ഭവൻ, ഡെയ്സി G കീർത്തനം, അനിൽകുമാർ D കീർത്തനം, ബേബി അനീറ്റ ഭവൻ, വർഗീസ് അനീറ്റ ഭവൻ, രഞ്ജിത്ത് കാംബ്ലി ഷാലോം നിവാസ്, റോബിൻസൺ S കരുണാ ഭവൻ, ഷിബിൻ PS SP ഭവൻ. ജന്മദിന സ്തോത്രം ആൻസി JS ഭവൻ, സെയിൻറ്റ് റെയ്നോ ബിജു ഇടിച്ചുവിള, അഖിൽ രാജ് R രാജ്ഭവൻ, സുനിജ SA AS ഭവൻ, ശോഭന S GS ഭവൻ, എറിക് ഏതൻ റോയ് റോയൽ ലാൻഡ്, അനുജിത് SK ഭവൻ. വിവാഹ വാർഷികം മിസ്റ്റർ മിസ്സിസ് സണ്ണി ആൻഡ് സുദർശിനി SS ഭവൻ, മിസ്റ്റർ മിസ്സിസ് ദിനേഷ് കുമാർ ആൻഡ് പ്രഭ തേജസ്, മിസ്റ്റർ മിസ്സിസ് വിജയദാസ് ആൻഡ് ദീപ കോമരത്തുവിള, മിസ്റ്റർ മിസ്സിസ് രാമയ്യൻ ആൻഡ് തങ്കം വിനോദ് ഭവൻ, മിസ്റ്റർ മിസ്സിസ് രാജേന്ദ്രൻ ആൻഡ് നിർമ്മല ഷാലോം,
മിസ്റ്റർ ആൻഡ് മിസസ് സജു ആൻഡ് ഷൈനി സജു ഭവൻ സഭാദിന സ്തോത്രാർപ്പണം ശ്രീ റോബിൻസൺ എസ് കരുണാഭവൻ. എല്ലാ നേർച്ച കാഴ്ചകളും ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ നല്ല ദാനങ്ങളുടെയും ഉറവിടമായ ദൈവമേ, പരിശുദ്ധ കർത്താവേ, അവിടുത്തെ ആലയത്തിൽ വെറും കൈയായി വരാതെ അവിടുന്ന് നൽകിയ നന്മയിൽ നിന്നൊരംശം പ്രാർത്ഥനാപൂർവ്വം വിശുദ്ധ ദൈവാലയത്തിൽ അർപ്പിക്കുവാൻ സർവശക്തനായ ദൈവമേ, അവിടുന്ന് അടിയങ്ങളെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്ത കൃപയ്ക്കായി സ്തോത്രം. പുതുവർഷ സ്തോത്ര കാഴ്ച അർപ്പിച്ചിരിക്കുന്ന പേര് വായിച്ചു കേട്ട എല്ലാ മക്കളെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അർപ്പിച്ചിരിക്കുന്ന ഓരോ അർപ്പണങ്ങളെയും അവിടുന്ന് കാണുകയാൽ അടികൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. പ്രിയമക്കളെല്ലാവരുടെയും ജീവിതത്തിൽ 2021 ഏറ്റവും അനുഗ്രഹത്തിന്റെ നിമിഷങ്ങളായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ. പുതിയ വയസ്സിലേക്ക് പ്രവേശിച്ച ദൈവാലയത്തിൽ കടന്നു വന്നവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. അവർ പ്രവേശിച്ചിരിക്കുന്ന പുതിയ വർഷം അനുഗ്രഹമായി തീരുവാൻ ദൈവം കൃപ ചെയ്യണമേ. വിവാഹ വാർഷിക സ്തോത്ര കാഴ്ച അർപ്പിച്ചിരിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയമക്കളുടേതായ ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ ഒരു വർഷം കൂടെ കർത്താവെ പിന്നിടുവാനും ദൈവത്തിൽ നിന്ന് നന്മകൾ അനുഭവിപ്പാനും അവിടുന്ന് സഹായിച്ചുവല്ലോ. പുതിയ കുടുംബവർഷം നന്മയുള്ളതായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ. പൂർ ഫണ്ടിലേക്കായി, മിഷണറി ഫണ്ടിലേക്കായി, നിറവ് പദ്ധതിയിലേക്കായി നേർച്ചകൾ അർപ്പിച്ച പേര് വായിച്ച എല്ലാ മക്കളെയും അവിടുന്ന് കാണുന്ന കൃപയ്ക്കായി സ്തോത്രം. ആഗ്രഹം പോലുള്ള നന്മകൾ അനുഭവിപ്പാൻ ദൈവം കൃപ ചെയ്യണമേ. വിദ്യാഭ്യാസത്തിന്റെ അനുഗ്രഹത്തിനായി പ്രത്യേകാൽ പ്രാർത്ഥന അപേക്ഷിച്ച എല്ലാ കുടുംബങ്ങളെ നിങ്ങൾ ഓർക്കുന്നു. പ്രിയമക്കളുടെ വിദ്യാഭ്യാസം ഏറ്റവും ശ്രേഷ്ഠകരമായി തീരുവാൻ ദൈവം കൃപ ചെയ്യണമേ. ഭവന പ്രതിഷ്ഠിച്ചതിന് വേണ്ടി നന്ദി അർപ്പിച്ചുകൊണ്ട് അർപ്പിച്ച കാണിക്കുകയും മൃഗസമ്പത്തിന്റെ പരിപാലനത്തിന് വേണ്ടിയുള്ള കാഴ്ചകൾ ഒക്കെ അവിടുന്ന് അറിഞ്ഞിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ലഭിച്ചിരിക്കുന്ന സ്തോത്ര കാഴ്ച, മാസവരി സ്തോത്ര കാഴ്ച, ലേലസാധനങ്ങൾ എല്ലാം ദൈവനാമത്തിന്റെ മഹത്വത്തിനായി നിങ്ങൾ വേർതിരിക്കുമ്പോൾ എല്ലാ കരങ്ങളെയും അവിടുന്ന് ശക്തീകരിക്കണമേ. ക്രിസ്തുയേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും പരസ്യങ്ങളായി ആലയത്തെ അറിയിക്കാനുള്ള ഏറ്റവും അത്യാവശ്യ കാര്യങ്ങൾ. ആദ്യമായി 2021 ദൈവാലയത്തിലേക്ക് പ്രവേശിച്ച നിങ്ങൾക്ക് 2021 വർഷം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. പുതുവത്സരത്തിന്റെ എല്ലാ നന്മകളും ഭാവുകങ്ങളും ദൈവനാമത്തിൽ ഞാൻ നേരുകയും ചെയ്യും. ഇന്ന് ആരാധന കഴിഞ്ഞാൽ സഭാ കമ്മിറ്റി ഉണ്ടായിരിക്കും. സഭാ കമ്മിറ്റി അംഗങ്ങൾ ഈ യോഗത്തിൽ സംബന്ധിക്കാനായി അറിയിക്കുന്നു. വരുന്ന ശനിയാഴ്ച ഉപവാസാരാധന ദൈവാലയത്തിൽ ഉണ്ടായിരിക്കും. 10 മണിക്ക് ആരംഭിച്ച് 12 മണിക്ക് അവസാനിപ്പിക്കുന്ന തലത്തിൽ ഉപവാസ പ്രാർത്ഥന, പ്രത്യേകിച്ച് ഈ വർഷത്തിന്റെ ആദ്യത്തെ ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുകയാണ്. കഴിയുന്നത്ര ആൾക്കാർ ഈ പുതിയ വർഷം മുതലെങ്കിലും മാസത്തിൽ ഒരു ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ നിലനിൽപ്പിനും ജീവിതത്തിനൊക്കെ അനുഗ്രഹമാണ്. അതുകൊണ്ട് ഉപവാസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി മാസത്തിൽ ഒരു ഉപവാസ പ്രാർത്ഥനയാണ് നമ്മൾ ഇടവകയായി ക്രമീകരിക്കുക. ആ ആരാധന ഒരു അവധി ദിവസവും കൂടെ ആയതുകൊണ്ട് കഴിയും പോലെ എല്ലാ ആൾക്കാരും ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. കഴിഞ്ഞ വർഷാന്ത്യ പുതുവത്സര ആരാധന വളരെ ഭംഗിയായി ദൈവാലയത്തിൽ നടത്തപ്പെട്ടു.
അന്ന് ആരാധനയിൽ സംബന്ധിച്ച് എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. അന്ന് നടന്ന തിരുവത്താഴ ശുശ്രൂഷയ്ക്ക് അപ്പവും വീഞ്ഞും നേർച്ചയായി നൽകിയത് എസ് പി ഭവനിൽ സെൽവൻ സാർ കുടുംബമാണ്. ആ കുടുംബത്തോടുള്ള നന്ദി സഭയുടെ പേരിൽ അറിയിക്കുകയും ചെയ്യും. അന്നേ ദിവസം ലഘുഭക്ഷണം നൽകി അത് സ്പോൺസർ ചെയ്ത ബീന ഡീക്നസിനോട് കുടുംബത്തോടുള്ള നന്ദി സഭയുടെ പേരിൽ അറിയിക്കുകയും ചെയ്യും. ഈ മാസം 17-ാം തീയതി, അതായത് 3-ാമത്തെ ഞായറാഴ്ച, വിശുദ്ധ തിരുവത്താഴ ശുശ്രൂഷ നമ്മുടെ ദേവാലയത്തിൽ നടത്തപ്പെടും. അന്ന് നടത്തപ്പെടുന്ന തിരുവത്താഴ ശുശ്രൂഷയിൽ അറ്റൻഡൻസും രേഖപ്പെടുത്തുന്നതാണ്. എല്ലാവരും പ്രാർത്ഥനയോടെ തിരുവത്താഴ ശുശ്രൂഷയിൽ പങ്കെടുക്കാനായി ഓർമ്മപ്പെടുത്തുന്നു. തിരുവത്താഴ ശുശ്രൂഷയിൽ അറ്റൻഡൻസ് രേഖപ്പെടുത്തണം എന്ന് ആഗ്രഹിച്ചു വരുന്നവർ വീട്ടിൽ നിന്നും ഓരോ പേനയും കൂടെ നിങ്ങളുടെ കൈവശം നിങ്ങൾ സൂക്ഷിക്കാനായി ഓർമ്മപ്പെടുത്തുന്നു. ഈ ഒരു കോവിഡ്-19 കാലഘട്ടത്തിൽ ഒരു പൊതു പേന എല്ലാ ആൾക്കാർക്കും കൊടുക്കുന്നത് അത് ഈ കാലഘട്ടത്തിൽ യോജിച്ചതല്ല. അതുകൊണ്ട് അറ്റൻഡൻസ് രേഖപ്പെടുത്തണം എന്ന് ആഗ്രഹിച്ചു വരുന്നവർ വീട്ടിൽ നിന്നൊരു പേനയും കൂടെ കൊണ്ടുവരാനായി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. തിരുവത്താഴ ശുശ്രൂഷയ്ക്ക് മുഴങ്കാലുകൾ മടക്കാൻ വിശുദ്ധ അൾത്താരയിലേക്ക് വരുമ്പോൾ മാസ്ക് നിർബന്ധമാണ്. മാസ്ക് ഇല്ലാതെ ആരെയും തിരുവത്താഴ ശുശ്രൂഷയ്ക്ക് അൾത്താരയുടെ അരികിൽ അനുവദിക്കുന്നതല്ല. തിരുവത്താഴ ശുശ്രൂഷയ്ക്ക് മാസ്ക് ധരിച്ച് വരുമ്പോൾ ഓർമ്മിക്കണം, കോവിഡ് കാലഘട്ടത്തിൽ അല്ലാതെ മുമ്പ് തിരുവത്താഴ നടത്തുമ്പോൾ ഇവിടെ ഒരു വലിയ തിരക്കാണ്. അങ്ങനെ ഒരു തിരക്കിന് അനുവാദവുമില്ല. ഒരാൾ ഇരിക്കുമ്പോൾ അടുത്ത കൈ തട്ടാത്ത രീതിയിൽ വളരെ ഗ്യാപ്പിട്ട് മാത്രമായിരിക്കും നമ്മൾ തിരുവത്താഴ ശുശ്രൂഷയ്ക്ക് ആൾക്കാർ ഇതിനകത്തേക്ക് ഉൾക്കൊള്ളിക്കുക. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടുകൂടെ തിരുവത്താഴ ശുശ്രൂഷയിൽ പങ്കെടുക്കണം. കഴിഞ്ഞ വർഷാന്ത്യ പുതുവത്സര ആരാധനയിൽ തിരുവത്താഴ ശുശ്രൂഷയിൽ പങ്കെടുത്തവർക്കറിയാം എങ്ങനെയാണ് തിരുവത്താഴം ക്രമീകരിക്കുന്നതെന്ന്. തിരുവത്താഴ ശുശ്രൂഷയ്ക്ക് നൽകുന്നതായ വീഞ്ഞ് ഡിസ്പോസിബിൾ പേപ്പർ കപ്പിലാണ് നൽകുന്നത്. അപ്പോൾ നിങ്ങൾക്കത് കുടിച്ച് അത് പുറത്ത് വയ്ക്കാനുള്ള വേസ്റ്റ് ബോക്സൊക്കെ ഇവിടെ ഉണ്ടായിരിക്കും. അതെങ്ങനെയാണ് വ്യക്തമായി 17-ാം തീയതി ആരാധനയിൽ നിങ്ങൾ അറിയിക്കും. എന്ത് തന്നെയായിരുന്നാലും സൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പേന കരുതണം. 2, മാസ്ക് ഇല്ലാതെ ദയവ് ചെയ്ത് ആരും പള്ളിക്കകത്ത് വരേണ്ടതില്ല. മാസ്ക് ഇല്ലാതെ പ്രത്യേകിച്ച് തിരുവത്താഴ ശുശ്രൂഷയിലും പങ്കെടുക്കേണ്ടതില്ല. എല്ലാവരും തിരുവത്താഴ ശുശ്രൂഷയുടെ മഹത്വവും ഈ കാലഘട്ടത്തിലുള്ള സർക്കാരിൻ്റെ നിർദ്ദേശങ്ങളും പാലിക്കാനായി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. വരുന്ന ബുധനാഴ്ച പതിവ് പോലെ വൈകുന്നേരം 7 മണിക്ക് ഒരുക്കാരാധന ഉണ്ടായിരിക്കും. ഈ ഒരുക്കാരാധന സമയത്ത് വെറുതെ വീട്ടിലിരിക്കാതെ 2021 വർഷം മുതലെങ്കിലും 7 മണി മുതൽ 8 മണി വരെയുള്ള സമയം പള്ളിക്കകത്ത് വന്നിരുന്ന് പ്രാർത്ഥിക്കാനായി ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. കാരണം നമ്മൾ ആരും വളരെ വിദൂരതയിലുള്ളവരൊന്നുമല്ല. ദൈവം നമുക്ക് എല്ലാ കുടുംബങ്ങളിലും വാഹനങ്ങൾ നൽകിയിട്ടുണ്ട്. 2 ചക്ര വാഹനവും 3 ചക്രമോ 4 ചക്രമോ കൂടുതൽ ചക്രങ്ങളുള്ള വാഹനങ്ങളൊക്കെ ദൈവം തന്നിട്ടുണ്ട്. നമുക്ക് ധാരാളം പാർക്കിംഗ് സൗകര്യങ്ങളും ഇവിടെയുണ്ട്. അതുകൊണ്ട് ദൈവം നമുക്ക് ആരാധനയ്ക്ക് പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, യാത്ര ചെയ്യാനുള്ള അനുവാദമുണ്ട്, യാത്രയ്ക്കുള്ള വാഹനവും ദൈവം തന്നിട്ടുണ്ട്. പണ്ടൊക്കെ ആൾക്കാർ 20-30 കിലോമീറ്ററൊക്കെ നടന്നാണ് പള്ളിയിൽ പോകും. ഇപ്പം അതൊന്നും അല്ല. അപ്പോൾ ദൈവം നമുക്ക് അവസരം തന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വരെയുള്ള ചിന്താഗതികളെല്ലാം മാറ്റി 2021 വർഷം മുതൽ കഴിയുന്നത്ര നാളുകളിൽ ആരാധനയ്ക്ക് വരണം. ഈ ആരാധന സ്വാതന്ത്ര്യം അടുത്ത ഞായറാഴ്ച ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. അങ്ങനെയുള്ള ഒരു ലോകത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് കിട്ടുന്ന സമയം മാക്സിമം ആരാധനയ്ക്ക് പങ്കെടുക്കാൻ ഞാൻ നിങ്ങളെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തും. ജനുവരി മാസത്തിലുള്ള തിരുവത്താഴ ശുശ്രൂഷ അതിൻ്റെ അപ്പവും വീഞ്ഞും സലാലയിൽ ശ്രീ സണ്ണി സ്പോൺസർ ചെയ്തിരിക്കുകയാണ്. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ഈ 3 മാസങ്ങളിൽ തിരുവത്താഴ ശുശ്രൂഷ അപ്പവും വീഞ്ഞും സ്പോൺസർ ചെയ്യാൻ താല്പര്യമുള്ളവർ ആരാധനയ്ക്ക് ശേഷം നിങ്ങൾ പേരുകൾ നൽകാനായി ഞാൻ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ഈ ആഴ്ചയിൽ ജന്മനാൾ ആഘോഷിക്കുന്നവർ മിസ്സസ് അജോയ് SR പുലരി, അശ്വതി PM, അശ്വതി ഭവൻ, വിപിൻ GS ഭവൻ, ദീപ മിൽനർ LL സുരേഷ് ഭവൻ, അമീഷ് സൈമൺ KR ഭവൻ, ജോബിൻ VJ ഭവൻ, ഹാരിസ് HL ഭവൻ. നിങ്ങൾക്ക് സഭയുടെ എല്ലാ ഭാവുകങ്ങളും നന്മകളും ഞാൻ നേടുകയും ചെയ്യും. കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം സംഘടനകളുടെ സംയുക്ത വാർഷിക ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെട്ടു. അന്ന് സമ്മാനങ്ങൾ കൈപ്പറ്റാൻ കഴിയാതെ പോയ വ്യക്തികൾ ഇന്ന് ആരാധനയ്ക്ക് ശേഷം സംഘടനാ ഭാരവാഹികളെ കാണുകയും നിങ്ങൾക്ക് അർഹതപ്പെട്ട സമ്മാനങ്ങൾ ദേവാലയത്തിൽ നിന്ന് സ്വീകരിച്ചു പോകുവാൻ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും.
അടുത്ത ഞായറാഴ്ച മുതൽ സ്ത്രീജന സഖ്യവും യുവജന സംഘടനയും ആദ്യം ആരംഭിക്കുകയാണ്. കാരണം സ്ത്രീജന സഖ്യത്തിന് 10 വയസ്സിന് കീഴെ പ്രായമുള്ള ആരുമില്ല. അതുകൊണ്ട് സ്ത്രീജന സഖ്യം നമുക്ക് അടുത്ത ഞായറാഴ്ച ആരംഭിക്കാനായി സാധിക്കും. യുവജന സംഘടനയിലും 10 വയസ്സിന് കീഴെ പ്രായമുള്ള ആരുമില്ല. അതുകൊണ്ട് യുവജന സംഘടനയെ നമുക്ക് ആരംഭിക്കാനായി സാധിക്കും. ബാക്കി സൺഡേ സ്കൂൾ ബാലജന സഖ്യമെല്ലാം നമുക്ക് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത ഞായറാഴ്ച മുതലുള്ള സ്ത്രീജന സഖ്യവും യുവജന സംഘടനയിലും അതിൻ്റെ അംഗത്വമുള്ളവർ വന്ന് ഈ യോഗത്തിൽ സംബന്ധിക്കാൻ അറിയിക്കും. അടുത്ത ഞായറാഴ്ച മുതൽ ഭവനാരാധനയും ആരംഭിക്കുകയാണ്. ഭവനാരാധന ആരംഭിക്കുമ്പോൾ നമ്മൾ ഓർക്കാനുള്ള ചില കാര്യങ്ങൾ, വീട്ടിനുള്ളിൽ വെച്ചുള്ള ഭവനാരാധന അത്ര കണ്ട് നമുക്ക് സ്ഥലങ്ങളുള്ള വീടുകളിലാണെങ്കിൽ നമുക്കത് ചെയ്യാനായി സാധിക്കും. അല്ല എങ്കിൽ വീട്ടിൻ്റെ മുറ്റത്ത് നമുക്ക് ഭവനാരാധന ക്രമീകരിക്കാം. വീട്ടിൻ്റെ മുറ്റത്ത് സാമൂഹ്യ അകലം പാലിച്ച് കസാരയിട്ട് നമുക്ക് ഈ യോഗം നടത്താവുന്നതാണ്. 5 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയുള്ള 1 മണിക്കൂർ സമയമായിരിക്കും നമ്മൾ ഭവനാരാധനയ്ക്കായി ഉപയോഗിക്കുക. ഭവനാരാധന നടത്തുമ്പോൾ ഭക്ഷണം കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരു ഗ്ലാസ് വെള്ളവും ഒരു സ്നാക്സും എന്ന നിലയിലല്ലാതെ മറ്റൊരു തരത്തിലോട്ട് ചിന്തിക്കരുത്. കാരണം ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഒരു സ്വാതന്ത്ര്യത്തിലോട്ടൊന്നും നമ്മൾ അത്ര എത്തിയിട്ടില്ല. അതുകൊണ്ട് ഇന്നത്തെ ചുറ്റുപാടുകളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് പരിമിതികൾക്കിടയിൽ നിന്നുകൊണ്ടും നമുക്ക് എല്ലാ ശുശ്രൂഷകളും നടത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത ഞായറാഴ്ച മുതൽ തന്നെ ഭവനാരാധന ആരംഭിക്കും. അടുത്ത ഞായറാഴ്ച മുതൽ ആരംഭിക്കുന്ന ഭവനാരാധന നടത്തുവാൻ താല്പര്യമുള്ള കുടുംബങ്ങൾ, അതും ഏപ്രിൽ വരെയുള്ളതാണ്, നടത്താൻ താല്പര്യമുള്ളവർ ഇന്നോ അടുത്ത ആഴ്ചയിലോ എന്നെ അറിയിക്കാൻ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഈ സമയം സഭാ ദിനത്തിൻ്റെ വരവ് കണക്കുകൾ സെക്രട്ടറി വായിച്ചു കേൾപ്പിക്കും. അതിനുശേഷം ഇടിച്ചുകളെ സെയിൻറ്റ് റെയ്നോ ബിജുവിനെ ആദ്യ അക്ഷരം കുറിപ്പിക്കുകയും ചെയ്യും. ഇപ്പോൾ 51ാമത് സഭാ ദിനത്തിൻ്റെ വരവ് കണക്കുകൾ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 51ാമത് സഭാദിന വരവുകൾ. സജു ഭവൻ 250 രൂപ, ശശികുമാർ പടിപ്പുര 62 രൂപ, രാജു രജനിവാസ് 100 രൂപ, വിജയൻ ആര്യ ഭവൻ 100 രൂപ, മുത്തുലക്ഷ്മി സജു ഭവൻ 100 രൂപ, സുരേഷ് കുമാർ SS ഭവൻ 300 രൂപ, സദാനന്ദൻ SS ഭവൻ 100 രൂപ, വിജിത്ത് VR സേനൻ 100 രൂപ, സഞ്ജീവ് സാർ ആനന്ദ ഭവൻ 100 രൂപ, സന്ദിത് ലാൽ ആനന്ദ ഭവൻ 100 രൂപ, ക്രിസ്തുരാജൻ ഏതൻ 100 രൂപ, അരുൾദാസ് മീനോട്ടുകാവ് 100 രൂപ, കമലാസനൻ മീനോട്ടുകാവ് 100 രൂപ, രാജേന്ദ്രൻ രാജ്ഭവൻ 100 രൂപ, ഉഷകുമാരി ആദർശ് ഭവൻ 100 രൂപ, രാജവിദ്യൻ വിഹാർസ്ഥാനം 100 രൂപ, ശോഭന GS ഭവൻ 200 രൂപ, വിവേക് വിഹാർസ്ഥാനം 100 രൂപ, തങ്കയൻ ബദേൽ ഭവൻ 100 രൂപ, വിപിൻ ബദേൽ ഭവൻ 100 രൂപ, രമേഷ് കുരുവിക്കാട് 100 രൂപ, രാജൻ RS ഭവൻ 150 രൂപ, സെൽവൻ SB ഭവൻ 200 രൂപ, രാജേന്ദ്രൻ ശാലം 100 രൂപ, പ്രഭാകരൻ ശാലം 100 രൂപ, ദിനു വിജയ് ഭവൻ 100 രൂപ, അജിത കോമരത്തുള്ള 100 രൂപ, അച്ഛൻ മിഷൻ ഹൗസ് 500 രൂപ, ബാബുരാജ് ഒമാൻ ഹൗസ് 200 രൂപ, ഷിബിൻ SB ഭവൻ 200 രൂപ, സജിത കാർമൽഗിരി 100 രൂപ, വർഗീസ് അനിറ്റ ഭവൻ 100 രൂപ, ജെയിംസ് രാജ് അഖില ഭവൻ 500 രൂപ, ദിനേഷ് കുമാർ തേജസ് 100 രൂപ, ദീപൻ റോയ് റോയൽ ലാൻഡ് 500 രൂപ, സുന്ദരേശൻ എസ്റ്റേറ്റ് ഭവൻ 100 രൂപ, അനിൽകുമാർ കീർത്തനം 100 രൂപ, ആശിഷ് ജോസ് കോമരത്തുള്ള 500 രൂപ, ആഷിൻ ജോസ് കോമരത്തുള്ള 500 രൂപ, ആമസ് കോമരത്തുള്ള 200 രൂപ, മോഹൻ സാർ അക്ഷാനിവാസ് 500 രൂപ, താമസൻ കോമരത്തുള്ള 100 രൂപ, മനുകുമാർ MC ഭവൻ 200 രൂപ, സൈമൺ DS ഭവൻ 150 രൂപ, ബേബി ടീച്ചർ ആൻഡ് ഫാമിലി MB സദനം 500 രൂപ, ജിനീഷ് ഇട്ടിച്ചുള്ള 500 രൂപ, വിൽസൺ TV ഭവൻ 200 രൂപ, വിജയദാസ് കോമരത്തുള്ള 200 രൂപ, തങ്കരാജൻ കോമരത്തുള്ള 100 രൂപ, അനിൽകുമാർ വാറുള്ള 200 രൂപ, സനു ഭവൻ 200 രൂപ, രാജൻ കുന്നംകുള 100 രൂപ, സുജിത്ത് SK ഭവൻ 100 രൂപ, ബാലരാജ് DS ഭവൻ 100 രൂപ, രവി RS ഭവൻ 200 രൂപ, സോമൻ SK ഭവൻ 100 രൂപ, ചന്ദ്രൻ CB ഭവൻ 100 രൂപ, തങ്കരാജൻ വിജയ ഭവൻ 100 രൂപ, അജീഷ് വിജയ ഭവൻ 150 രൂപ, പുഷ്പാകരൻ മണ്ണറക്കിലുള്ള 500 രൂപ, ഹാരിസ് HL ഭവൻ 100 രൂപ, യേശുദാസൻ അനുഗ്രഹ 100 രൂപ,
പോർത്തിലോൻ സീനായി 500 രൂപ, ഗോപി ജിജി ഭവൻ 100 രൂപ, മോഹൻ കൃപാലവാസ് 100 രൂപ, ഷിബിൻ തുലരി 100 രൂപ, പരമാനന്ദൻ ഗ്രേസ് നിവാസ് 100 രൂപ, രാജേഷ് ഗ്രേസ് നിവാസ് 200 രൂപ, ഷജിൻ ഇട്ടിച്ചുള 50 രൂപ, സാബു ഏഞ്ചൽ വില്ല 100 രൂപ, അനിൽകുമാർ അജിത് ഭവൻ 300 രൂപ, സെൽവരാജ് CRS ഭവൻ 100 രൂപ, പാലയം പുത്തൻ വീട്ടുവിള 100 രൂപ, മധുസൂദന കാരുണ്യ 500 രൂപ, രാജശ്രീ മണറയ്ക്കലുള്ള 100 രൂപ, രവി രാഹുൽ ഭവൻ 200 രൂപ, അനീഷ് ഗ്രേസ് നിവാസ് 200 രൂപ, സന്തോഷ് കുമാർ SP ഭവൻ 100 രൂപ, രാമചന്ദ്രൻ RL ഭവൻ 150 രൂപ, അജികുമാർ നന്മ നിലയം 100 രൂപ, ചന്ദ്രിക മണറയ്ക്കലുള്ള 50 രൂപ, ബിപിൻ ജോസ് സീനായി 500 രൂപ, സണ്ണി SS ഭവൻ 500 രൂപ, സുരേഷ് ഭവൻ 200 രൂപ, സൈമൺ KR ഭവൻ 100 രൂപ, ദാസിയൻ ദാസ് ഭവൻ 200 രൂപ, പ്രദീപ് PS ഭവൻ 100 രൂപ, സദാശിവൻ SR ഭവൻ 100 രൂപ, സെൽവരാജൻ ഇട്ടിച്ചുള്ള 100 രൂപ, ബിജു SM ഇട്ടിച്ചുള്ള 500 രൂപ, ഡെയ്സി കീർത്തനം 50 രൂപ, പൊന്നയൻ PS ഭവൻ 200 രൂപ, ജിയോ മാർട്ടിൻ PS ഭവൻ 200 രൂപ, ജോസ് JS ഭവൻ 100 രൂപ, ഗീതകുമാരി റോയലാൻഡ് 200 രൂപ, ജോസ് ആന്റണി പിരാനുള്ള 100 രൂപ, നേസിയൻ പടപ്പറക്കിലുള്ള 50 രൂപ, ബൈജു പേൾ ഭവൻ 100 രൂപ, വിജയൻ പനച്ചപ്പറമ്പ് 200 രൂപ, വിശ്വംബരൻ പേൾ ഭവൻ 100 രൂപ, രാജൻ മിസ്ബാവില്ല 100 രൂപ, ജയമോഹനൻ കവലവിലാസം 50 രൂപ, റോണ്ട് SG അനീഷ് പാരഡൈസ് 100 രൂപ, സെബാസ്റ്റ്യൻ സാർ പാരഡൈസ് 100 രൂപ. ആകെ 11,562 രൂപ. കൺവെൻഷൻ കാണിക്ക 2,640 രൂപ. ആകെ വരവ് 21,202 രൂപ. ചെലവുകൾ സഭാദിന കവറ് 200 രൂപ, കലണ്ടർ 3,850 രൂപ, മൊമെൻറ്റോ 3,230 രൂപ, ഫ്ലെക്സ് 1,100 രൂപ, പ്രസംഗത്തിന് GA കൊടുത്തത് 2,000 രൂപ, പാക്കിംഗ് കവർ 1,300 രൂപ, സ്റ്റാർ ആൻഡ് വയർ വാങ്ങിച്ചത് 1,250 രൂപ, പ്രോഗ്രാം ഷീറ്റ് പ്രിന്റ് ചെയ്തത് 1,570 രൂപ, ജനറേറ്റർ സർവീസ് 6,200 രൂപ, ഡീസൽ വാങ്ങിയത് 502 രൂപ. വരവ് 21,202 രൂപ, ചെലവ് 21,202 രൂപ. ദിനത്തിന് ആഹാരം നൽകിയത് ശ്രീ മാധവദാസിൽ മാധവൻ അവர்களுം ക്രിസ്തുരാജേതൻ അവர்களാണ്. അവരോടുള്ള നന്ദിയും വിസ്മയം. ആറേഴ് ഡിസ്ട്രിക്റ്റിൻ്റെ ഐക്യ തിരുവത്താഴവും അനുമോദന സമ്മേളനവും അടുത്ത ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് കുഴിഞ്ഞാലുള്ള സഭയിൽ വെച്ച് നടത്തപ്പെടും. ഈ പ്രത്യേക ശുശ്രൂഷയുടെ വിശദവിവരങ്ങളടങ്ങിയ നോട്ടീസ് നിങ്ങൾക്ക് ആരാധനയ്ക്ക് ശേഷം ലഭിക്കുന്നതാണ്. ഈ സമയം സെയിം ട്രെയിൻ ഓർപ്പിച്ചു തൻ്റെ മാതാപിതാക്കളുമായി മുന്നോട്ട് വരികയും നമ്മൾ പ്രത്യേക ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ തന്നെ 482 പാട്ടിൻ്റെ ഈരടികൾ ഗായക സംഘം നിന്നുകൊണ്ട് ജനങ്ങൾക്കും എഴുന്നേറ്റ് നിന്ന് പാടാവുന്നതാണ്. 482 പാട്ട് പാടുന്ന സമയം എഴുത്തിനിരുത്തുന്ന ശുശ്രൂഷയും ഒരുമിച്ച് ക്രമീകരിക്കുകയാണ്. Thank you.
മുതൽ 7-ാം അധ്യായം 15-ാം വാക്യം. ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എൻ്റെ കണ്ണ് തുറന്നിരിക്കുകയും എൻ്റെ ചെവി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യും. സ്നേഹവാനായ ദൈവമേ, ആണ്ടിൻ്റെ ആരംഭത്തിൽ അടിയങ്ങൾ അങ്ങേ ആരാധിപ്പാൻ അവിടെ തന്നെ ഞങ്ങളെ നിയോഗിച്ച മഹാദേവയ്ക്കായി സ്തോത്രം. ഇന്നത്തെ ദിവസത്തിനുള്ള വചനക്കേൾവി ഏറ്റവും ധന്യമായി തീരുവാൻ അവിടെ കൃപ ചെയ്യുന്നത് യേശുക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും വളരെ സന്തോഷത്തോടെ ഇന്നത്തെ ആരാധനയിൽ സംബന്ധിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തു ധന്യനാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവത്തെ ആരാധിക്കാൻ ലഭ്യമാകുന്ന നിമിഷങ്ങൾ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ അനുഭവങ്ങളാണ് എന്ന് രുചിച്ചറിഞ്ഞവരാണ് ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാ ആൾക്കാരും. ആ ഒരു ജീവിത അനുഭവത്തിൻ്റെയും വ്യത്യാസമായ ജീവിത സാഹചര്യത്തിൻ്റെയും പശ്ചാത്തലത്തിൽ നമ്മൾ വിശുദ്ധ ദൈവാലയത്തിൽ വന്നിരിക്കുമ്പോൾ, ദൈവാലയം എന്നുള്ളത് ആരാധിക്കുന്ന ജനത്തെ സംബന്ധിച്ച് ഒരു പ്രത്യാശയുടെ കേന്ദ്രമാണ്. അതുകൊണ്ട് 122-ാം സങ്കീർത്തനം 1-ാം വാക്യം നമ്മൾ പഠിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്: യഹോവയുടെ ആലയത്തിലേക്ക് പോകാം എന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ അധികമായി സന്തോഷിച്ചു. ദൈവാലയത്തിലേക്ക് പോകാൻ ഒരു സന്തോഷം ഭക്തന്റെ ജീവിതത്തിൽ ഉണ്ടായി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല സ്ഥലങ്ങളിലും പോകാൻ നമുക്ക് വലിയ സന്തോഷമുണ്ട്. ഒരു വിനോദയാത്ര വലിയ സന്തോഷമാണ്, ഒരു വിവാഹം സന്തോഷമാണ്, ഒരു വീട് പ്രതിഷ്ഠ ശുശ്രൂഷ സന്തോഷമാണ്, ഒരു വിവാഹത്തിൻ്റെ നിശ്ചയം സന്തോഷമാണ്, ഒരുപക്ഷെ ഓണോഘോഷം, ക്രിസ്മസിൻ്റെ ലൈറ്റ് അറേഞ്ച്മെന്റ് കാണാൻ പോകുന്ന യാത്രകൾ, ബന്ധുമിത്രാദികളുടെയും ചാർച്ചക്കാരുടെയും മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും ഭവനങ്ങളിൽ പോയി താമസിക്കുക സന്തോഷമാണ്. ഇങ്ങനെ വ്യത്യസ്തതയാർന്ന സന്തോഷം ഉൾക്കൊള്ളുവാൻ ഞാനും നിങ്ങളും ശ്രമിക്കുമ്പോൾ വ്യത്യസ്തമായ ഒരു സന്തോഷത്തെക്കുറിച്ചാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. യഹോവയുടെ ആലയത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു വലിയ സന്തോഷം. നമ്മിൽ എത്ര വ്യക്തികൾക്കാണ് വാസ്തവത്തിൽ ദൈവാലയത്തിലേക്ക് പോകാൻ സന്തോഷം അനുഭവിക്കുന്നത്? ഒരു ഞായറാഴ്ചത്തെ ആരാധന കഴിഞ്ഞാൽ അടുത്ത ഞായറാഴ്ച പള്ളിയിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരാണുള്ളത്? എൻ്റെ നിങ്ങളുടെ പൂർവ്വ മാതാപിതാക്കളുടെ ജീവിത അനുഭവത്തെ നമ്മളൊന്ന് അയവിറക്കിയാൽ, ഞായറാഴ്ച ദൈവാലയത്തിലേക്ക് പോകാൻ തലേ ദിവസം തന്നെ ഉള്ള വസ്ത്രങ്ങളിൽ നിന്ന്, പരിമിതമായ വസ്ത്രങ്ങളെ പണ്ടുള്ളൂ, ആ വസ്ത്രങ്ങൾ തന്നെ നന്നായി അലക്കി തേച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചില വസ്ത്രങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട്. ആ വസ്ത്രം അവർ മാർക്കറ്റിൽ പോകാൻ ഉപയോഗിക്കില്ല, ആ വസ്ത്രം മരണവീട്ടിൽ പോകാൻ ഉപയോഗിക്കില്ല. ഉള്ളത് 2 ജോഡിയാണെങ്കിലും അതിൽ ഒരു ജോഡി വസ്ത്രം പള്ളിയിൽ പോകാൻ വേണ്ടി മാത്രം മാറ്റിവെച്ചിട്ടുണ്ട്. അങ്ങനെ ദൈവാലയത്തെ സ്നേഹിച്ച, ദൈവാലയത്തെ കരുതിയ, ദൈവത്തെ ബഹുമാനിച്ച ആ അന്നത്തെ തലമുറയുടെ പിന്തുടർച്ച അവകാശത്തിൽപ്പെട്ടവരാണ് ഞാൻ നിങ്ങളെല്ലാ ആൾക്കാരും. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾക്കോ എനിക്കോ വസ്ത്രത്തിന്റെ യാതൊരു കുറവില്ലാതെ പോയത്. കാരണം ഉള്ളതിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായ വസ്ത്രം ധരിച്ച് ആലയത്തിലേക്ക് പോകാൻ വെമ്പൽ കൊണ്ട എന്റെയും നിങ്ങളുടെയും പൂർവ്വ മാതാപിതാക്കൾ, അവർക്ക് ആലയത്തിലേക്ക് പോകാൻ ഒരു വലിയ ആവേശം തന്നെയാണ്. ആലയത്തിലേക്ക് പോകാൻ അവരുടെ ജീവിതത്തിൽ ഒരു ഉത്സാഹമാണ്. അതുകൊണ്ടാണ് പഴയ കാലഘട്ടങ്ങളിൽ ദൈവാലയങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ 1-ാം മണി നാദം മുഴങ്ങുന്ന സമയം മുതൽ പള്ളിയിലേക്ക് ആൾക്കാർ ഇങ്ങനെ മെല്ലെ മെല്ലെ വന്നുകൊണ്ടിരിക്കുകയാണ്. 2-ാം മണി നാദമൊക്കെ ആകുമ്പോൾ പിന്നെ പള്ളിയിൽ വരാൻ ആരും ഉണ്ടാവില്ല, എല്ലാവരും പള്ളിയിൽ വന്ന് കഴിയും. കാരണം അവർ ഒരാഴ്ച കൊണ്ട് അടുത്ത ആരാധനയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇവിടെ വേദപുസ്തകം 122-ാം സങ്കീർത്തനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവാലയത്തിലേക്ക് പോകാം എന്ന് ഭക്തൻ മറ്റുള്ളവർ പറഞ്ഞ് കേട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ്. ആ ഒരു സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. പ്രത്യേകിച്ച് ഇന്നത്തെ മാതാപിതാക്കൾ നിങ്ങളുടെ മക്കളെ ദൈവാലയത്തിലേക്ക് കൊണ്ടുവരാനായി ശ്രമിക്കണം. അല്ല എങ്കിൽ നാളെ നിങ്ങളുടെ മക്കൾ ദൈവാലയത്തിന്റെ പണി പോലും കാണുകയില്ല. കാരണം എന്തെന്നറിയാമോ? അവർക്ക് ആലയവുമായിട്ടുള്ള ബന്ധം ഇല്ലാതെ പോവുകയാണ്. അവർക്ക് ആലയവുമായിട്ടുള്ള ആ അടുപ്പം കുറേശ്ശെ മാറിപ്പോവുകയാണ്. അവർ ആലയത്തെ സ്നേഹിക്കാത്തവരായി,
ആരാധനയെ ബഹുമാനിക്കാത്തവരായി, സഭാ ശുശ്രൂഷകന്മാരെ ബഹുമാനിക്കാത്തവരായി മാറുന്നു. കാരണം അവർക്ക് ദൈവഭയമില്ല, ആലയവുമായി ബന്ധമില്ല, ആരാധനയുമായി ഒരു പങ്കാളിത്തം അവരുടെ ജീവിതത്തിലില്ല. അതുകൊണ്ട് മാതാപിതാക്കളായ ഞാനും നിങ്ങളും നമുക്ക് ദൈവം ദാനമായി നൽകിയിരിക്കുന്ന മക്കളുമായി ആലയത്തിലേക്ക് വരും എന്ന ഒരു ഉടമ്പടി ഈ 2021 ദൈവവുമായി സ്വീകരിച്ച് ചൊല്ലേണ്ടുന്നത് ഏറ്റവും ആവശ്യമാണ്. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ യോശുവ പറയുന്നത്, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ഞങ്ങൾ കുടുംബമായി ദൈവത്തെ ആരാധിക്കും, കുടുംബമായി ഞങ്ങൾ ദൈവത്തെ ഉയർത്തും, കുടുംബമായി ഞങ്ങൾ യഹോവയുടെ മഹത്വം ദർശിക്കും. ശ്രദ്ധിക്കണമേ, ഇവിടെ ദിനവൃത്താന്ത പുസ്തകത്തിൽ യെരൂശലേം ദൈവാലയത്തിന്റെ പ്രതിഷ്ഠാ സമയം ശലോമോന് ദൈവം കൊടുത്തൊരു വാഗ്ദാനവും ഉറപ്പുമാണ്. ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എന്റെ കണ്ണ് തുറന്നിരിക്കും. വേറെ ഒരു സ്ഥലത്തെക്കുറിച്ചും ഇപ്രകാരം ഒരു പരാമർശമില്ല. നിങ്ങൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ കണ്ണ് തുറന്നിരിക്കും, എന്റെ ചെവി ശ്രദ്ധിച്ചിരിക്കും, ദൈവം പറഞ്ഞില്ല. നിങ്ങൾ വെറുതെ റോഡിലിരിക്കുമ്പോൾ അവിടെ കിടന്നുള്ള നിലവിളിക്ക് എന്റെ കണ്ണ് തുറന്നിരിക്കും, ചെവി ശ്രദ്ധിച്ചിരിക്കും, ദൈവം പറഞ്ഞില്ല. യെരൂശലേം ദൈവാലയത്തിന്റെ പ്രതിഷ്ഠാ ശുശ്രൂഷയിൽ മാത്രമാണ് ഈ ഒരു വാക്യം. നിങ്ങൾ വേദപുസ്തകം മുഴുവനായി വായിച്ചു നോക്കുക, നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരേ ഒരു വാക്യം അത് 2 ദിനവൃത്താന്തം 7:15 മാത്രം. അത് ആലയത്തോടുള്ള ബന്ധത്തിലെ വാക്യമാണ്. അതുകൊണ്ട് ദൈവമക്കളായ ഞാനും നിങ്ങളും ദൈവാലയവുമായുള്ള ബന്ധത്തിൽ നിന്ന് ഒരകൽച്ച ഒരു കാലത്തും ഉണ്ടാകാനായി നമ്മൾ ശ്രമിക്കരുത്. ആണ്ടിന്റെ ആരംഭം മുതൽ ആലയവുമായി ചേർന്നിരിക്കണം. ഒരുപക്ഷെ ഒരു ആരാധനയ്ക്ക് വരാൻ ആഗ്രഹിച്ചു, ചില തടസ്സങ്ങൾ ഉണ്ടായി, ഇനി 10 മിനിറ്റേ ഉള്ള ആരാധന അവസാനിക്കാൻ, 10 മിനിറ്റാണ് ഉള്ളത് എന്ന് തോന്നിയാൽ പോലും നീ ദൈവാലയത്തിലേക്ക് വരണം. ഒരുപക്ഷെ ബുധനാഴ്ചയുടെ ആരാധന 7 മണിക്ക് തുടങ്ങി 8 മണിക്ക് അവസാനം. നീ വീട്ടിൽ വന്ന് കയറിയപ്പോൾ 7:45 ഇനി 15 മിനിറ്റ് ഉണ്ട്, ഇനി പോകുന്നില്ല. ആ ഒരു ചിന്ത മനസ്സിനകത്തുണ്ടാകരുത്. 5 മിനിറ്റ് ദൈവാലയത്തിൽ വന്ന് അവസാനത്തെ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ഒരു ആശീർവാദമാണ് കിട്ടുന്നുവെങ്കിലും അതിൻ്റെതായ നന്മ നിന്റെ ഭവനത്തിനകത്തേക്ക് വരും. ആലയത്തെ സ്നേഹിക്കാൻ, ആരാധനയെ ബഹുമാനിക്കാൻ, ആരാധനയുടെ ഭാഗമായി തീരാൻ ഈ ആണ്ടിൽ നാം ദൈവവുമായി ഉടമ്പടി ചെയ്യേണ്ടുന്നത് ഏറ്റവും ആവശ്യം. കാരണം എന്ത്? ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എന്റെ കണ്ണ് തുറന്നിരിക്കും, എന്റെ ചെവി ശ്രദ്ധിച്ചിരിക്കും. ഓരോ ദൈവമക്കളുടെ ജീവിതത്തിലും ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ അത് തിരുവാലയം മാത്രമേ ഉള്ളൂ. സ്കൂൾ നമ്മെ സ്വാധീനിക്കുന്നത് എത്ര വരെയാണ്? സ്കൂൾ വിദ്യാഭ്യാസം ഓർക്കുക, 15 വയസ്സ് വരെയുള്ള കാലഘട്ടമാകുമ്പോൾ സ്കൂൾ ജീവിതം തീരും. പിന്നെ നമ്മൾ പോകുന്നത് എവിടെയാണ്? കോളേജിലേക്ക് പോവുകയാണ്. കോളേജ് ജീവിതം ഒരു 6 വർഷം അല്ലെങ്കിൽ 7 വർഷം കഴിയുമ്പോൾ കോളേജ് ആ ഒരു കെട്ടിടമായിട്ടുള്ള നമ്മുടെ ബന്ധവും മാറുന്നു. പിന്നെ ഉള്ളത് ഗവൺമെന്റ് ജോലി കിട്ടിയാൽ, പ്രൈവറ്റ് ജോലി കിട്ടിയാൽ പിന്നെ ഉള്ള കുറെ കാലഘട്ടം തൊഴിൽ മേഖലയുമായിട്ടുള്ള ഒരു ബന്ധം. അത് കഴിഞ്ഞ് ആ തൊഴിൽ മേഖലയിൽ നിശ്ചിത കാലം കഴിയുമ്പോൾ നമ്മളൊക്കെ റിട്ടയറായി, പെൻഷനായി പിന്നെ വീട്ടിലേക്ക് മടങ്ങി വരികയാണ്. നമ്മുടെ ജീവിതത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു സ്ഥാപനമുണ്ടെങ്കിൽ അത് ദൈവാലയം മാത്രമേ. ഈ ദൈവാലയത്തിൽ നമ്മൾ എപ്പോൾ മുതലാണ് സ്വാധീനം സ്വീകരിക്കാൻ തുടങ്ങിയത്? ഞാനും നിങ്ങളും നമ്മുടെ ശരീരത്തിൽ നൂലുകെട്ട് എന്നുള്ള പ്രത്യേക ശുശ്രൂഷ കഴിഞ്ഞ കാലം മുതൽ ആദ്യമായി എന്നെയും നിങ്ങളെയും മാതാപിതാക്കൾ തോളിലേറ്റി ആദ്യമായി പള്ളിയിൽ വന്ന അന്ന് മുതൽ മരിക്കാൻ കിടക്കുന്ന അല്ലെങ്കിൽ മരിച്ച ദിവസം വരെ ആലയവുമായിട്ട് ബന്ധമുണ്ട്. അന്ന് മുതൽ ദൈവാലയവുമായിട്ടുള്ള ബന്ധമുണ്ട്, അന്ന് മുതൽ ശുശ്രൂഷയുമായിട്ട് ബന്ധമുണ്ട്, അന്ന് മുതൽ ശുശ്രൂഷകനുമായിട്ടും ബന്ധമുണ്ട്. നിങ്ങളൊന്ന് ചിന്തിക്കുക, എല്ലാ മനുഷ്യന്റെ ജീവിതത്തെയും സ്വാധീനിക്കാൻ ഒരു ഇടവക ശുശ്രൂഷകൻ ഉണ്ടാവും. അത് 5 വർഷം കഴിയുമ്പോൾ അടുത്തയാൾ വരും, 6 മാസം കഴിയുമ്പോൾ ഒരു പക്ഷെ മാറി അടുത്തയാൾ വന്നേക്കാം. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം. എന്ത് തന്നെയായിരുന്നാലും ഒരു പള്ളിയിലെ അച്ഛൻ നിങ്ങളുടെ ഭവനവുമായി എപ്പോഴും ഒരു സ്വാധീനമുണ്ട്. നിങ്ങളുടെ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ നിങ്ങൾ പള്ളിയിൽ അറിയിക്കും, എനിക്കൊരു കുഞ്ഞ് ജനിച്ചു. കുഞ്ഞിന് പേരിടുമ്പോൾ നിങ്ങൾ പള്ളിയിൽ വിളിച്ചു പറയും, ഇന്ന പേരാണ് അച്ഛാ ഞങ്ങൾ കുഞ്ഞിനിട്ടിരിക്കുന്നത്. ഇനി ആ കുഞ്ഞിനൊരു നൂലുകെട്ട് ശുശ്രൂഷയാകുമ്പോഴോ നിങ്ങൾ അച്ഛനോട് പറയും, അച്ഛാ ഇന്ന ദിവസം കുഞ്ഞിന് 28ആയി 38ആയി, കുഞ്ഞിന്റെ ശരീരത്തിൽ ആദ്യമായി നമുക്ക് ആഭരണം ചാർത്തണം, അച്ഛൻ വരണം. അവിടെ അച്ഛൻ വരുന്നു. ഇനി കുറെ ദിവസം കഴിഞ്ഞ് കുഞ്ഞിന് 1 വയസ്സാകുമ്പോൾ നാട്ടുകാരൊക്കെ വിളിച്ച് ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ നടത്തുമ്പോൾ ആദ്യം നിങ്ങൾ അച്ഛനോട് പറയും, അച്ഛാ
എൻ്റെ കുഞ്ഞിന് 1 വയസ്സ് വരുന്ന ചൊവ്വാഴ്ചയാവുന്നു, കുഞ്ഞിൻ്റെ ആദ്യത്തെ ജന്മദിനമാണ്, അച്ഛൻ വരണം. അവിടെയും അച്ഛൻ വരികയാണ്. ഇനി കുറച്ചുകൂടെ പഠിച്ചു വരുമ്പോൾ കുഞ്ഞിനോട് അല്ലെങ്കിൽ കുഞ്ഞിനെ സ്കൂളിലേക്ക് വിടണം. മാതാപിതാക്കൾ പറയും, അച്ഛാ ആദ്യ അക്ഷരം ഒന്ന് എഴുതിപ്പിച്ച് കുഞ്ഞിനെ നമുക്ക് സ്കൂളിലേക്ക് അയക്കണം. ചെറിയ സ്ഥലങ്ങളിലൊക്കെ കുഞ്ഞിന് ആദ്യമായി ഭക്ഷണം കൊടുക്കുമ്പോൾ അച്ഛനെ വിളിക്കുക, അച്ഛാ ആദ്യമായിട്ട് ഞങ്ങൾ ചോറ് കൊടുക്കാൻ പോവുകയാണ്, അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം. നോക്കുക, നമ്മുടെ കുഞ്ഞിന്റെ ജനനം മുതൽ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങൾ ഇങ്ങനെ ഉയർന്നു പോകുമ്പോൾ അവിടെയെല്ലാം ദൈവാലയത്തിലെ ഒരു വൈദികന്റെ സാന്നിധ്യം നിങ്ങൾക്ക് ആവശ്യമാണ്. ഇനി മരിക്കാറാകുമ്പോഴോ പറയും, എൻ്റെ അപ്പം മരിക്കാറായി കിടക്കണം, അവിടെ അച്ഛൻ അറിയിക്കും. കാരണം അച്ഛൻ സമയം തയ്യാറായി, അച്ഛന് നിന്ന് ഓർമ്മ. ഓർക്കുക, ജീവിതത്തിന്റെ സമസ്ത മേഖലയിലും ഒരു വൈദികന്റെ സാന്നിധ്യം ആവശ്യമാണ്. ഒരു വൈദികൻ ഉണ്ടാകണമെങ്കിൽ അവിടെ ഒരു ആലയം ഉണ്ടാവണം, അവിടെ ഒരു ആരാധന ഉണ്ടാവണം. അതുകൊണ്ടാണ് 122 സങ്കീർത്തനത്തിൽ ദാവീദിന്റേതായ ജീവിത അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പറയുന്നത്, യഹോവയുടെ ആലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോ എന്റെ ജീവിതത്തിൽ ഒരു വലിയ സന്തോഷം. കാരണം എന്റെ ജീവിതത്തിന്റെ എല്ലാ കാലഘട്ടങ്ങളിലും എന്നെ സ്വാധീനിക്കുന്നത് ആലയം മാത്രമാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഒരു സ്വാധീന സ്ഥലം എന്ന് പറയുന്നത് ദൈവാലയമാണ്. ആ ദൈവാലയത്തെ നോക്കിയാണ് യഹോവയായ ദൈവം പറഞ്ഞത്, ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എന്റെ കണ്ണ് തുറന്നിരിക്കും, എന്റെ ചെവി ശ്രദ്ധിച്ചിരിക്കും. ഇവിടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന CCTV ക്യാമറ ഇരിക്കുകയാണ്. അതാരുടെ കണ്ണാണ്? യേശുവിന്റെ കണ്ണാണ്. വെളിപാട് പുസ്തകം 1-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പത്മോസ് എന്ന ദ്വീപിൽ ഏകനായി അപ്പോസ്തലനായി യോഹന്നാനായിരിക്കുകയാണ്. വെളിപാട് 1:10 കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി എന്ന് യോഹന്നാൻ രേഖപ്പെടുത്തുകയാണ്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ അപ്പോസ്തലനായ യോഹന്നാൻ പത്മോസ് എന്ന ഏകാന്ത ദ്വീപിൽ കിടന്നുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ രൂപത്തെ ദർശനത്തിൽ കാണുകയാണ്. ആ ദർശനത്തിൽ യോഹന്നാൻ കണ്ടതിനെ പുസ്തകത്തിലേക്ക് എഴുതുമ്പോൾ വെളിപാട് 1:14 എഴുതി വെച്ചു, അഗ്നി ജ്വാലക്കത്തെ കണ്ണുള്ളവൻ, വെള്ളോട്ടിന് സദൃശ്യമായ കാലുള്ളവൻ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ശബ്ദ ഗാംഭീര്യമുള്ളവൻ, നസറേനായ യേശു. ആ യേശുവിന്റെ കണ്ണാണ് അഗ്നി ജ്വാലക്കത്തെ കണ്ണ്. ആ ദൈവത്തിന്റെ കണ്ണ് ഇന്ന് ഈ പകൽക്കാലം ആലയത്തിനുള്ളിൽ ഇങ്ങനെ പ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി ദൈവത്തിന്റെ കണ്ണ് ആലയത്തിനുള്ളിൽ പ്രവേശിക്കുന്നു? കാരണം 3 കാരണങ്ങളാണ്. ഒന്ന്, ആലയത്തിൽ വരുന്ന ജനം ആരൊക്കെയാണ് എന്ന് കാണുവാൻ ദൈവം കണ്ണു തുറന്നിരിക്കുന്നു. അതിന് ഉദാഹരണമുണ്ടോ? ഉണ്ട്, തീർച്ചയായും. 53-ാം സങ്കീർത്തനവും 14-ാം സങ്കീർത്തനവും 2-ാം വാക്യം, ഈ 2 സങ്കീർത്തനത്തിന്റെ 2-ാം വാക്യം നിങ്ങൾ വായിച്ചു നോക്കിയാൽ 14-2 53-2 ദൈവവചനം ഇങ്ങനെ പറയുന്നു, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. സ്വർഗത്തിൽ നിന്ന് ആരാധിക്കുന്ന ജനത്തെ നോക്കുന്ന ദൈവത്തിന്റെ കണ്ണ്. 139-ാം സങ്കീർത്തനം 2-ാം വാക്യം വായിച്ചാൽ അവിടെ വചനം പഠിപ്പിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്ന ദൈവം. അങ്ങനെയെന്ന് വരികയും ദൈവാലയത്തിൽ വന്ന് ഇരിക്കുന്നത്, ദൈവാലയത്തിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് കാണുന്ന അഗ്നി ജ്വാലക്കത്ത ഒരു കണ്ണ് ഈ പള്ളിക്കകത്ത് പ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ്. ആകയാൽ ശ്രദ്ധിക്കണമേ, ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എന്റെ കണ്ണു തുറന്നിരിക്കും എന്ന് വചനം പറയുമ്പോൾ, ഒന്ന്, ആരാധനയ്ക്ക് വരുന്ന ജനത്തെ കാണുന്ന ഒരു ദൈവം. 2, ആലയത്തിൽ വരുന്നവരിൽ മാനസിക ശാരീരിക ബലഹീനത അനുഭവിച്ച് വേദനിക്കുന്ന ജനത്തെ ദൈവം കാണുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ വചനം പഠിപ്പിക്കുന്നു, യേശു പതിവ് പോലെ പള്ളിയിൽ ചെന്നു. യേശു പതിവ് പോലെ പള്ളിയിലേക്ക് ചെന്നപ്പോ വരണ്ട കൈയുള്ളൊരു മനുഷ്യൻ പള്ളിയിൽ ഇരിക്കുന്ന കാഴ്ച യേശു കണ്ടു. വരണ്ട കൈയുള്ള മനുഷ്യനാണ്. ഒരുപക്ഷെ റോഡിലൂടെ നടന്നു പോകുമ്പോൾ അവൻ ഫുൾ സ്ലീവ് ഷർട്ടാണ് ഇട്ടുകൊണ്ട് വരുന്നത് ചിന്തിക്കുക. വരണ്ട കൈ വലത്തെ കൈക്കാണെന്ന് ചിന്തിക്കൂ. ഇടത്തെ കൈ നല്ല സ്വിങ്ങിൽ അവൻ കൈയൊക്കെ ബലത്തോടെ കൊണ്ടുവരുമ്പോ ഇടത്തെ കൈ വരൾച്ച ബാധിച്ച് ഇങ്ങനെ തൂക്കിയിട്ടുകൊണ്ട് വരികയാണ്. അങ്ങനെ തൂക്കിയിട്ടുകൊണ്ട് അവൻ ഇങ്ങനെ ദൈവാലയത്തിനുള്ളിലേക്ക് വരാൻ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരുപക്ഷെ നാട്ടുകാരും 2 കൈക്ക് ആരോഗ്യമുള്ള നാട്ടുകാർ ചോദിച്ചു കാണും,
എടാ ഒറ്റ കൈയാണ് എവിടെയാണ് പോകുന്നത്? അല്ലെങ്കിൽ ഒരു കൈക്ക് സ്വാധീനമില്ലാത്ത നീ ഇനി എവിടെ ചെന്നിരുന്നാണ് പ്രാർത്ഥിക്കാനായി പോകുന്നത്? ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ടും, ഇത്രയും നാൾ കരഞ്ഞിട്ടും, ഇത്രയും നാൾ നീ ഉപവസിച്ചിട്ടും, ഇത്രയും നാൾ നീ ദൈവാലയത്തിൽ മുടങ്ങാതെ പോയിട്ടും നിന്റെ വരണ്ട കൈക്ക് ഇതുവരെയും വ്യത്യാസം വന്നില്ല എങ്കിൽ ഇനിയെങ്കിൽ ചെന്ന് വീട്ടിൽ ചെന്നിരിക്കണ എന്ന് പറഞ്ഞ് ഒരുപക്ഷെ വരുന്ന വഴിയിൽ പലരും അദ്ദേഹത്തെ കളിയാക്കിയിട്ടുണ്ടാവാം. ആ കളിയാക്കലിന്റെ പരിഹാസ ശരങ്ങളെല്ലാം കേട്ട് ഒരു ഭാഗത്ത് വേദനയുണ്ടെങ്കിലും മറുഭാഗത്ത് ദൈവത്തിലുള്ള ആഴമേറിയ വിശ്വാസം സംഗ്രഹിച്ചുകൊണ്ട് വരണ്ട കൈയുള്ള മനുഷ്യൻ പതിവ് പോലെ പള്ളിയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പള്ളിയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം വരണ്ട കൈയുള്ള മനുഷ്യനെ കണ്ടു. അവനോട് എഴുന്നേറ്റ് നിൽക്കാനായി ആവശ്യപ്പെട്ടു. അവന് വരണ്ട കൈയുള്ള ഭാഗത്ത് ദൈവത്തിൻ്റെതായി സൗഖ്യം ഇറങ്ങി വരികയും പരിഹസിച്ചവരുടെ മുന്നിലൂടെ രണ്ട് കൈക്കും ഒരുപോലെ സ്വാധീനമുള്ളവനായി അവൻ ഭവനത്തിലേക്ക് മടങ്ങി പോവുകയാണ്. ആ വരണ്ട കൈയുള്ള മനുഷ്യനോട് നിങ്ങളൊന്ന് ചോദിക്കുക, അല്ലയോ സഹോദര, എന്താണ് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? അദ്ദേഹം പറയും, എന്റെ വരണ്ട കൈ ഉള്ളപ്പോൾ തന്നെ ഞാൻ ദൈവാലയത്തിൽ ആരാധിക്കാനായി വന്നു. എന്റെ ബലഹീനത ഉള്ളപ്പോൾ തന്നെ ഞാൻ ദൈവത്തെ ആരാധിക്കാനായി വന്നു. എന്റെ ജീവിതത്തിൽ പരിമിതികൾ ഉള്ളപ്പോഴും ഞാൻ ദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്ന് അല്പം പോലും പുറകോട്ട് മാറിയില്ല. എന്റെ പരിമിതിയോടുകൂടെ ചുമന്നുകൊണ്ട് ഞാൻ ദൈവത്തെ ആരാധിക്കാനായി വരികയാണ്. ബഹുമാനമുള്ള അനിൽകുമാർ സാറിന്റെ ഇരിപ്പുണ്ട്. എനിക്ക് അദ്ദേഹത്തെ പള്ളിയിൽ ആദ്യ ആഴ്ചയിൽ ഞാൻ വന്ന സമയം മുതൽ എനിക്ക് അദ്ദേഹത്തിന് വളരെ ബഹുമാനമാണ്. കാരണം അതുകൊണ്ടല്ല, അദ്ദേഹം തന്റെ 2 മക്കളെയും കൊണ്ട് ആലയത്തിലേക്ക് വരുന്ന കാഴ്ച, അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിയും പള്ളി വരെയുള്ള വഴിയൊക്കെ എനിക്ക് നന്നായിട്ടത് നിങ്ങൾക്കും അറിയാം. അദ്ദേഹം കാണിക്കുന്ന തീഷ്ണതയാണ്. ആ തീഷ്ണത തീർച്ചയായും ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഒരു വലിയ അത്ഭുതം വരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം അവരിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. പ്രിയ വിശ്വാസികളെ, വരണ്ട കൈയുള്ള മനുഷ്യന് സൗഖ്യം കൊടുക്കാൻ ദൈവത്തിന്റെ കണ്ണ് പള്ളിയിൽ തുറന്നിരിക്കുകയാണ്. മൂന്നാമതായി എന്തിനു വേണ്ടിയാണ് ദൈവത്തിന്റെ കണ്ണ് പള്ളിയിൽ തുറന്നിരിക്കുന്നത്? മർക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 41-ാമത്തെ വാക്യം ഒരാൾക്ക് വായിക്കാം. മർക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 41-ഉം 42-ഉം വാക്യം. പിന്നെ യേശു ശ്രീഭണ്ഡാരത്തിന് നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് കാണിക്ക വെക്കുന്ന സമയം യേശു കാണിക്ക വഞ്ചിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാണിക്ക വഞ്ചിയിലേക്ക് നോക്കിക്കൊണ്ടിരുന്നപ്പോ 2 വെള്ളിക്കാശുമായി ഒരു വിധവയായ സ്ത്രീ വരികയാണ്. ആ കാഴ്ച യേശുവിനെ വല്ലാതെ സ്വാധീനിച്ചു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു സ്ഥാനം നഷ്ടപ്പെട്ടാൽ, നമ്മൾ ഉദ്ദേശിക്കുന്ന പദവി നഷ്ടപ്പെട്ടു പോയാൽ പള്ളിയിൽ കൊടുക്കുന്ന വരുമാനം പെട്ടെന്ന് കുറയ്ക്കും. നമ്മൾ ഉദ്ദേശിച്ചതായ ഉത്തരവാദിത്വം കിട്ടാതെ പോയാൽ പള്ളിയിൽ കൊടുക്കുന്ന നേർച്ചയുടെ അളവൊന്ന് കുറയ്ക്കും. നമ്മൾ ഓർക്കണമേ, നിന്നെ നീയാക്കി വലുതാക്കിയ ഒരുവനുണ്ട്, അത് നസറനായ യേശു മാത്രമാണ്. ഇന്നും ആയുസ്സും ആരോഗ്യം തരുന്നത് ഒരിക്കലും ഒരു സഭാ ശുശ്രൂഷകനല്ല, ദൈവമാണ്. ആ ഒരു ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഞാനും നിങ്ങളും അർപ്പിക്കുന്ന ഓരോ നേർച്ചകൾ, ഞാനും നിങ്ങളും അർപ്പിക്കുന്ന ഓരോ കാഴ്ചകൾ, ഞാനും നിങ്ങളും അർപ്പിക്കുന്ന ഓരോ കാണിക്ക തൊട്ടുകൾ, അത് കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ കണ്ണ് ഇന്ന് പകൽക്കാലം ഈ ആലയത്തിനകത്ത് പ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് മർക്കോസ് 12:41-42 പറയുന്നത്, യേശു ശ്രീഭണ്ഡാരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ 2 വെള്ളിക്കാശുമായി വരുന്ന വിധവയിടുന്ന കാണിക്ക യേശു കാണുകയാണ്. ആ കാണിക്കയിൽ യേശു പ്രസാദിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലുള്ള വരുമാനത്തിന്റെ സ്രോതസ് മറ്റാരോടും നമ്മൾ പറയാതെ സൂക്ഷിക്കുന്നു എങ്കിലും അറിയുന്നവൻ ഒരുവനുണ്ട്, അത് ക്രിസ്തുവാണ്. ഞാൻ നിങ്ങളും ദൈവത്തിന് കൊടുക്കുന്നത് ഏറ്റവും നല്ലതും ഏറ്റവും വിലയേറിയത് മാത്രമേ ദൈവത്തിന് കൊടുക്കാനായി പാടുള്ളൂ. നമ്മളൊരു ഡോക്ടറിനെ കാണാനായി പോവുകയാണ്. അദ്ദേഹം പറയും കൺസൾട്ടിംഗ് ഫീസ് 500 രൂപയാണ്. ആരെങ്കിലും അവിടെ നിന്ന് കരയോ? 500 രൂപ ആയതുകൊണ്ട് ഞാൻ ഡോക്ടറെ കാണുന്നില്ല, ഫ്രീ ആയിട്ട് നോക്കുന്നവന്റെ അരികിലെ ഞാൻ പോകുന്നുള്ളൂ. ആരെങ്കിലും പറയോ? ആരും പറയില്ല. മറിച്ച് പള്ളിയിൽ ഒരു സഭാദിനത്തിന്റെ സ്തോത്ര കവർ വയ്ക്കാൻ പറഞ്ഞാൽ വല്ലാത്ത വേദനയാണ്, വല്ലാത്ത നിരാശയാണ്. കോവിഡ് കാലത്തും കവറോ? ഇതൊക്കെയാണ് ചോദ്യം. പ്രിയ വിശ്വാസികളെ, ശ്രദ്ധിക്കണമേ, ദൈവത്തിന്റെ കണ്ണ് നമ്മെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ കണ്ണ് നമ്മെ ശ്രദ്ധിക്കുകയാണ്.
ദൈവത്തിന്റെ കാത് നമ്മെ കേൾക്കുകയാണ്. വചനം പഠിപ്പിക്കുന്നു, ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഒന്ന്, എന്റെ കണ്ണു തുറന്നിരിക്കും. എന്തിനു വേണ്ടി കണ്ണു തുറന്നു? 3 കാര്യങ്ങൾക്കായി. 1, ആലയത്തിൽ വരുന്ന ജനത്തെ കാണുവാൻ ദൈവം കണ്ണു തുറന്നിരിക്കുന്നു. 2, ആലയത്തിൽ വരുന്ന ജനത്തിന്റെ വേദനകളും രോഗങ്ങളും കാണുവാൻ ദൈവം കണ്ണു തുറന്നിരിക്കുന്നു. 3ാമതായി, ആലയത്തിൽ വരുന്ന ജനം അർപ്പിക്കുന്ന നേർച്ച കാഴ്ചകൾ കാണുവാൻ ദൈവത്തിന്റെ കണ്ണ് തുറന്നിരിക്കുകയാണ്. കണ്ണ് തുറന്നിരിക്കുന്ന ദൈവം ചെവിയും തുറന്നിരിക്കുകയാണ്. നമ്മൾ ആലയത്തിലിരുന്ന് പറയുന്ന വാക്കുകൾ ശ്രദ്ധാപൂർവം കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടേതായ ശബ്ദം പോലും പുറത്തേക്ക് വരാൻ കഴിയാതെ മനസ്സുകൊണ്ട് നമ്മൾ സംസാരിച്ചാലും ആ മനസ്സുകൊണ്ട് സംസാരിക്കുന്ന മന്ത്രം പോലും കേൾക്കാൻ കഴിവുള്ള ഒരു ദൈവത്തിന്റെ ചെവി ഇന്ന് പകൽക്കാലം ആലയത്തിൽ തുറന്നിരിക്കുകയാണ്. ഉദാഹരണം 1 ശമൂവേൽ 1-ാം അധ്യായം 10-ാം വാക്യം. മനോവസനത്തോടെ ശബ്ദം പോലും പുറത്തു വരാതെ ചുണ്ട് മാത്രം അനങ്ങി പ്രാർത്ഥിച്ച ഹന്ന. അവൾ പ്രാർത്ഥിച്ചപ്പോൾ ശബ്ദമൊന്നും പുറത്തു വന്നില്ല. ഒരൊറ്റ ശബ്ദ തരംഗവും പുറത്തേക്ക് വന്നില്ല. മനസ്സ് മാത്രം ഒന്ന് നീറി, മനസ്സുകൊണ്ട് മാത്രം ഒന്ന് കരഞ്ഞു, മനസ്സുകൊണ്ട് മാത്രം ഒന്ന് സംസാരിച്ചു. മനസ്സുകൊണ്ട് മന്ത്രിച്ച മന്ത്രവും മനസ്സുകൊണ്ടുള്ള നിരൂപണവും ദൂരത്ത് നിന്ന് കേട്ട ദൈവം ഹന്നായുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തു. ഇന്ന് ഈ വിശുദ്ധ ദിവസം ഉറച്ച് പ്രാർത്ഥിച്ചാലും മനസ്സുകൊണ്ട് നമ്മൾ ചിന്തിച്ചാലും അറിയുന്ന ദൈവം പറയുന്നു, ഞാൻ ചെവി തുറന്നിരിക്കുകയാണ്. ആ ദൈവത്തിന്റെ ചെവിയെക്കുറിച്ചും ദൈവത്തിന്റെ കൈയെക്കുറിച്ചും യെശയ്യാപ്രവാചകന്റെ പുസ്തകം 59-ന്റെ 1-ാമത്തെ വാക്യവും തുടങ്ങി നമ്മൾ വായിച്ചാൽ അവിടെ വചനത്തിൽ പ്രവാചകൻ പറയുന്നത്, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുരുങ്ങിപ്പോയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം ദൈവത്തിന്റെ ചെവി മന്ദമായി പോയിട്ടില്ല. നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കാൻ, നമ്മുടെ കണ്ണുനീർ കാണാൻ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഈ 2021 വർഷത്തിന്റെ ആരംഭ ആഴ്ച മുതൽ ഞാൻ നിങ്ങളും എടുക്കാനുള്ള 1-ാമത്തെ ഉടമ്പടി, എനിക്ക് ആയുസ്സുള്ളിടത്തോളം കാലം എന്നെ ഞാനാക്കി വളർത്തിയ, എന്റെ കുടുംബത്തെ ഇന്നും നിലനിർത്തിയ, എന്റെ തലമുറകളെ ഇന്നും സ്നേഹിക്കുന്ന എന്റെ ദൈവാലയവുമായുള്ള ബന്ധത്തിൽ നിന്ന് ഞാൻ അല്പം പോലും പുറകോട്ട് മാറില്ല. എനിക്ക് സമയം കിട്ടുന്നിടത്തോളം കാലം എനിക്ക് അല്പമെങ്കിലും എഴുന്നേറ്റ് നടക്കാൻ എന്റെ കൈകാലുകൾക്ക് ആരോഗ്യമുണ്ട് എങ്കിൽ ആലയത്തിൽ ആരാധന നടക്കുമ്പോൾ ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുകയില്ല. അത് നമ്മുടെ ഉടമ്പടിയായിരിക്കണം. നമ്മൾ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക. നിന്റെ ജീവിതത്തിനൊരു വ്യത്യാസം, നിന്റെ തലമുറയ്ക്കൊരു വ്യത്യാസം, നിന്റെ ചുറ്റുപാടുകളിൽ നിനക്കൊരു വ്യത്യാസം, നിന്നിലൊരു ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട് എന്ന് നിനക്ക് ദൈവം നൽകുന്ന നന്മകളിലൂടെ ജനം പറയും, ഇവൻ ആലയത്തിൽ ആരാധിക്കാൻ പോയി തുടങ്ങിയപ്പോ, ഇവൻ ആലയത്തിൽ കുടുംബമായി ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയപ്പോ ഇവന്റെ തലമുറകളെല്ലാം ദൈവം മാനിക്കുകയാണ്. ഈ വിശുദ്ധ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ചില ഉടമ്പടികളുടെ ദിനമായി തീരട്ടെ എന്ന് ഞാൻ ദൈവനാമത്തിൽ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഉടമ്പടി ശുശ്രൂഷയ്ക്കായി നിങ്ങളെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും എഴുന്നേറ്റ് നിന്നും ക്രിസ്ത്യാരാധനകളുടെ പാട്ട് പുസ്തകത്തിലെ 133-ാമത്തെ പുറത്തിലെ ഉടമ്പടി എന്റെ പിന്നാലെ ഏറ്റുചൊല്ലാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 133-ാമത്തെ പേജിലെ ഉടമ്പടി നമുക്ക് ഏറ്റുചൊല്ലാൻ. ഇനിമേൽ ഞാൻ എനിക്കുള്ളവനല്ല, അങ്ങേക്കുള്ളവനത്രേ. അങ്ങ് ഇച്ഛിക്കുന്ന കാര്യങ്ങൾക്ക് എന്നെ നിയമിക്കുക. അങ്ങ് ഇഷ്ടപ്പെടുന്ന ആളുകളോട് കൂടെ എന്നെ ആക്കുക. അങ്ങേക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനോ കഷ്ടപ്പെടുന്നതിനോ എന്നെ നിയോഗിക്കുക. അങ്ങേക്ക് വേണ്ടി വേല ചെയ്യുന്നതിനോ അങ്ങേക്ക് വേണ്ടി മാറി നിൽക്കുന്നതിനോ എന്നെ ഉപയോഗിക്കുക. അങ്ങേക്ക് വേണ്ടി ഉയർത്തപ്പെടുകയോ അങ്ങേക്ക് വേണ്ടി താഴ്ത്തപ്പെടുകയോ ചെയ്യുവാൻ ഞാൻ സന്നദ്ധനായിരിക്കുന്നു. നിറയപ്പെട്ടവനായോ ഒഴിഞ്ഞവനായോ എല്ലാം ഉള്ളവനായോ ഒന്നും ഇല്ലാത്തവനായോ ഇരിക്കുവാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. സ്വമേധയായും ഹൃദയപൂർവമായും ഞാൻ സകലവും അങ്ങയുടെ ഇഷ്ടത്തിനും തീരുമാനത്തിനും കീഴ്പ്പെടുത്തുന്നു. പിതാവും
പുത്രനും പരിശുദ്ധാത്മാവുമായ മഹത്വമുള്ള വാഴ്ത്തപ്പെട്ട ദൈവമേ, ഇപ്പോൾ അങ്ങയുടേതും ഞാൻ അങ്ങയുടേതുമായി തീർന്നിരിക്കുന്നു. അത് എന്നും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. ഈ ഭൂമിയിൽ ഞാൻ ചെയ്തിരിക്കുന്ന ഈ ഉടമ്പടി സ്വർഗത്തിൽ സ്ഥിരപ്പെടുമാറാകട്ടെ. ആമേൻ. നിൽക്കുമ്പോൾ തന്നെ 216 പാട്ട് ഗായക സംഘത്തോട് ചേർന്ന് പാടി നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. പാഠപുസ്തകത്തിൽ 216 ഗീതം ആദ്യത്തെയും അവസാനത്തെയും ചേർന്ന്. ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എൻ്റെ കണ്ണ് തുറന്നിരിക്കുകയും എന്നെ ചെവി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യും എന്ന് പഠിപ്പിച്ച ഞങ്ങളുടെ ദൈവമേ, അവിടുത്തെ കണ്ണ് അടിയങ്ങളെ കാണുന്നു എന്നും അവിടുത്തെ ചെവി അടിയങ്ങളെ കേൾക്കുന്നു എന്നും വ്യക്തമായ ബോധ്യത്തോടെ തിരിച്ചറിഞ്ഞ് ഈ ആണ്ടിൽ അങ്ങേക്ക് ഹിതകരമായ ഒരു ജീവിതം നയിപ്പാൻ അവിടുന്ന് അടിയങ്ങൾക്ക് നൽകുന്ന ഒരു സമയം പോലും വൃഥാവാക്കി കളയാതെ സമയത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ആരാധനയുടെ മഹത്വം ഏറ്റെടുത്ത് ആത്മാവിലും സത്യത്തിലും അങ്ങേ ആരാധിച്ചു അവിടുന്ന് അടിയങ്ങൾക്ക് നൽകുന്ന എല്ലാ നന്മയും അവിടുത്തെ വരദാനമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അങ്ങേക്ക് നൽകാനുള്ളത് അങ്ങേക്കും, കുടുംബത്തിന് വേർതിരിക്കാനുള്ളത് കുടുംബത്തിനും വേർതിരിച്ച് അവിടുത്തെ സന്നിധിയിൽ നീതിയുക്ത ജീവിതം നയിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ. ഇന്നേ ദിവസം വേദപുസ്തകം വായിച്ചവർക്കായി, ഗായക സംഘത്തിനായി, ആദ്യ അക്ഷരം കുറിച്ച് അക്ഷരലോകത്തിലേക്ക് പ്രവേശിച്ച കുഞ്ഞിനായി, നേർച്ച കാഴ്ചകൾ അർപ്പിച്ച് അനുഗ്രഹത്തിന് വേണ്ടി കാതോർത്തിരിക്കുന്ന ദൈവമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ മേലും അവിടുത്തെ കൃപയും കാവലും സാന്നിധ്യവും പകർന്ന് അവിടുന്ന് വഴി നടത്തി പരിപാലിക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും എല്ലായ്പ്പോഴും നമ്മോടും നമ്മുടെ എല്ലാ ശുശ്രൂഷകളോടും
സദാസമയം കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ.